ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സമന്വയാധികരണം സൂത്രം 4 തത്വസമന്വയാത്. തള്ളാനോ കൊള്ളാനോ ഒന്നുമില്ലാത്ത ബ്രഹ്മം താൻ തന്നെ എന്ന സാക്ഷാത്കാരം എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നത് കൊണ്ട് അതിൽ കവിഞ്ഞൊരു പുരുഷാർത്ഥവും ഇല്ലെന്ന് പറയുന്നത് രാഗോദ്ദേശമയമായ കൊള്ളലും തള്ളലുമാണല്ലോ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. ഇവിടെ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് പുറത്തുള്ള ഒന്നല്ല. ആ ബ്രഹ്മ സാക്ഷാത്കാരം എന്നുള്ളത് ആണ് മോക്ഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കർമ്മം കൊണ്ടോ പൂജ കൊണ്ടോ വഴിപാട് കൊണ്ടോ അഥവാ യജ്ഞങ്ങളെ കൊണ്ടോ ഒന്നും നേടാൻ പറ്റുന്നതല്ല, പുറത്തുനിന്ന് നേടാൻ പറ്റുന്നതേ അല്ല. പിന്നെ വാക്കിൻ്റെ പരിമിതി വെച്ചിട്ട് മോക്ഷം കിട്ടേണ്ടതാണെന്നൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഇന്നതൊക്കെ ഒഴിവാക്കിയാൽ അത് മോക്ഷമായിന്നോ, ഇന്നതൊക്കെ സ്വീകരിച്ചാൽ അത് മോക്ഷമായി എന്നോ രണ്ടും പറയാവതല്ല. കാരണം ഇതിൽ തള്ളാനോ കൊള്ളാനോ ഇല്ല, സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ ഇല്ല. അപ്പോൾ മോക്ഷത്തെ സംബന്ധിച്ച് ആണ് ജന്മലക്ഷ്യമായി പറയപ്പെടുന്നത്. അതിൽ കവിഞ്ഞൊരു പുരുഷാർത്ഥവും ഇല്ല. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ പുരുഷനാൽ അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥം. അപ്പോൾ മനുഷ്യജന്മം തന്നെ പറയപ്പെടുന്ന മാർഗം പുരുഷാർത്ഥ സമ്പാദനത്തിന് വേണ്ടിയാണ്. അത് സമ്പാദ്യമാണ്. ധർമ്മം വേണം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ധാർമ്മിക ജീവിയാണ്. അടിസ്ഥാനപരമായിട്ട് മറ്റു ജീവികൾക്ക് ധർമ്മം ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം മുഖ്യ ഘടകമാണ്. മറ്റു ജീവികൾക്കും ധർമ്മമുണ്ട്, പക്ഷെ അത് മുഖ്യമല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷികളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു ജീവികളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ അവിടെ കാമമാണ് അടിസ്ഥാനമായ യോഗ്യത. അവ കാമപൂരണത്തിനായിക്കൊണ്ടാണ് അർത്ഥം സമ്പാദിക്കുന്നത്. ആ അർത്ഥം അനുവദിക്കുന്ന ധർമ്മമാണ് അവർ പിന്തുടരുന്നത്. അങ്ങനെ മറ്റു ജീവികളെ സംബന്ധിച്ച് കാമ, അർത്ഥ, ധർമ്മ, മോക്ഷങ്ങളാണ് പുരുഷാർത്ഥമായി പറയപ്പെടുന്നത്. പുരുഷാർത്ഥം എന്നുള്ള ശബ്ദം തന്നെ അവിടെ പ്രയോഗിക്കാൻ പറ്റില്ല. എന്നാലും ഈ ഒരു റൂട്ട് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷനാൽ അർത്ഥ്യത ഇതി പുരുഷാർത്ഥം. അവിടെ പുരുഷൻ എന്ന് പറയുന്നതിന് നമ്മൾ ആ സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കരുത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അത് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ. മറ്റ് ജീവികളെ സംബന്ധിച്ച് പറയുമ്പോൾ കാമം, അർത്ഥം, ധർമ്മം, മോക്ഷമാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമാണ്. ഈ ഭേദമുണ്ട്. അങ്ങനെ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ധാർമ്മികതയെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ആളാണ്. എന്തുകൊണ്ട്? വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ട്. മനുഷ്യന് പറയപ്പെട്ടതാണ് ധർമ്മം, അതായത് മുഖ്യമായ ധർമ്മം അഥവാ ധർമ്മത്തെ മുഖ്യമായി കാണുന്നത് മനുഷ്യനാണ്. എന്നാൽ മറ്റു ജീവികൾ ധർമ്മത്തെ മുഖ്യമായി കാണുന്നില്ല, എന്നാലും അവർക്ക് ധർമ്മമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷിയെ എടുക്കുക. പക്ഷിയെ എടുത്തു കഴിഞ്ഞാൽ ആ പക്ഷിക്ക് കാമമാണ് മുഖ്യം. കാരണം ഇണ ചേരുക, ഇര തേടുക, ഇത് കാമമാണ്. അതിനായിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അവരുടെ ജീവിതം അതിന് വേണ്ടിയിട്ടാണ്. അതിനവിടെ ധർമ്മമൊന്നുമില്ല. ഇന്ന കാലത്ത് ഇന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിലത്ര വലിയ നിഷ്കർഷമൊന്നും അവർക്കില്ല.
എന്ന സമയത്ത് ചില ജീവികൾക്കുണ്ട്. മനുഷ്യനോട് അടുത്ത് ഇടപഴകുന്ന പട്ടി മുതലായൊക്കെയുണ്ട്. നമ്മൾ പറയാറില്ല പട്ടിക്ക് കന്നിമാസമാണ് നമ്മൾ പറയുന്നത്. പട്ടിക്ക് ധർമ്മമുണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധമായിട്ടൊരു ഒരു വീക്ഷണം അവിടെ കാണാൻ പറ്റില്ല. അതല്ലെങ്കിൽ പട്ടി അല്ലാതാവുന്നില്ല. പക്ഷെ മനുഷ്യന് ധർമ്മത്തെ കൈവഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താവും? അവൻ അതെ മറ്റ് മൃഗങ്ങളോടൊക്കെ ഉപമിക്കും. അവൻ മനുഷ്യനെ അല്ല എന്ന് പറയും. ധർമ്മവിരുദ്ധമായ കാമം പോലും മനുഷ്യന് പറയപ്പെട്ടിട്ടില്ല. ധർമ്മോ വിരുദ്ധോ കാമേഷു. ധർമ്മവിരുദ്ധമായ കാമം മനുഷ്യനെ സംബന്ധിച്ച് അധപ്പതനത്തിലേക്ക് നയിക്കും. ആരെ കാമിക്കണം, എപ്പോൾ കാമിക്കണം, എന്തിന് കാമിക്കണം, എന്താണ് ഉദ്ദേശം, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം മനുഷ്യനെ സംബന്ധിച്ച് ഇണയും ഇരയും ഒക്കെ. മറ്റു ജീവികൾക്കാവുന്നില്ല. അവരോട് അത് ചോദ്യം ചെയ്യാൻ ആരും പോണില്ല. അപ്പോൾ കാമാർത്ഥ ധർമ്മ മോക്ഷങ്ങളാണ് മറ്റു ജീവികളെ സംബന്ധിച്ച് എങ്കിൽ നമ്മളെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥം. ലൗകിക ജീവിതത്തിൽ, ലൗകികം എന്ന് പറഞ്ഞാൽ ലോകകാര്യം എന്നർത്ഥം. ലോക ജീവിതത്തിൽ ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച് ശ്രേഷ്ഠമായി പറയപ്പെട്ടത്. അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ പാലിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ എന്തുണ്ടാവുന്നു? കാലക്രമത്തിൽ അയാൾ ദുഃഖത്തെ അതിക്രമിച്ച് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കും എന്ന് ആര് പറയുന്നുണ്ട്? ശാസ്ത്രം പറയുന്നുണ്ട്. ആ ശാന്തിയെ പ്രാപിക്കുന്നത് വാസ്തവത്തിൽ മോക്ഷം എന്നുള്ള തലത്തെ അല്ല എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. കാരണം മോക്ഷത്തെ സംബന്ധിച്ച് അവിടെ മോക്ഷം തന്നെയാണ് പുരുഷാർത്ഥം. മോക്ഷത്തിന് അങ്ങനെ ഒരു പരിമിതി ഒന്നും കൽപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയാലേ മോക്ഷം സാധിക്കൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു പുരുഷാർത്ഥം ഒരു സമ്പത്താണ്. മനസ്സിന്റെ സ്വതന്ത്രതയാണോ ഈ മോക്ഷം പറയുന്നത്? അത് പറയാൻ പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ചർച്ച. ഈ ബ്രഹ്മസൂത്രം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന അതാണ്, പ്രത്യേകിച്ച് ചതുസ്സൂത്രി. അതിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നതാണ് മോക്ഷം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇന്നതൊന്നും അല്ല എന്ന് ആദ്യം കാണിക്കണം. ഇന്നതാണ് എന്നല്ല പറയുന്നത്. നേതി ഇതാണ് ശാസ്ത്രത്തിൻ്റെ പരമമായ തലം. ഇതല്ല ഇതല്ല ഇതല്ല. നമ്മൾ ഇതാണ് ധരിച്ചു വെച്ച ഓരോ കെട്ടും അഴിച്ചു കളയാണ്. കാരണം അത് പുറമെ നിന്ന് നേടേണ്ടതല്ല, ഇന്നതൊക്കെ ചെയ്തത് കൊണ്ട് വരേണ്ടതല്ല. അവിടെ ധർമ്മമോ അധർമ്മമോ ഒന്നും അവിടെ ബാധിക്കുന്നേ ഇല്ല. അത് പറയാനാണ് ഈ പറയുന്നത്. അപ്പോൾ മറ്റത് എന്താണെന്ന് ശരിക്കും ചർച്ച ചെയ്യപ്പെടണം, അല്ലാതെ മോക്ഷം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അപ്പോൾ മറ്റതൊക്കെ എന്താ ചർച്ച ചെയ്യണത്? എന്തിനാ? ഒഴിവാക്കാൻ പറഞ്ഞാൽ അതൊന്നും അല്ലാന്ന് കാണിക്കാനാണ്. എന്നാൽ അത് ലൗകിക ജീവിതത്തിൽ അവശ്യം ഘടകമാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും മോക്ഷത്തിനായിക്കൊണ്ട് പോകണവരല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുള്ളൂ. അത് ലക്ഷത്തിൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. ആ മോക്ഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചാലും വലിയ കേമത്വം തന്നെയാണ്. മോക്ഷത്തെ അത് ജന്മജന്മാന്തരങ്ങളായിട്ടായിരിക്കും മോക്ഷ പദവിയിലെത്തുന്നത്. മോക്ഷത്തിൻ്റെ അടുത്ത് നിലനിൽക്കുന്നത് ചിലപ്പോൾ സന്യാസമാണ് എന്ന് പറയേണ്ടി വരും. സന്യാസം എന്ന് പറഞ്ഞാൽ കേവലം കാവ്യം എടുക്കലല്ല. അതൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. ത്യാഗമാണ്, ഭോഗമല്ല. ത്യാഗേനൈകേ അമൃതത്വ മാനസ് എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട് ഉപനിഷത്തിനെ ഉദ്ധരിച്ചുകൊണ്ട്. ത്യാഗം കൊണ്ട് മാത്രമേ മോക്ഷം സാധിക്കുള്ളൂ, ഭോഗം കൊണ്ട് സാധ്യമല്ല. ഇന്നതൊക്കെ നേടിയതുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, കാമം എന്ന് പറയുമ്പോൾ സർവ്വ ജീവജാലങ്ങളെയും നോക്കുമ്പോൾ അവർക്ക് കാമപൂരണത്തിനായിക്കൊണ്ട് അവർ ജീവിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? വംശവർദ്ധനയ്ക്ക് വേണ്ടിയാണ്. അത് പ്രകൃതി വശകരാണ്. അവർ പ്രകൃതിക്ക് വശകരായതുകൊണ്ട് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി, വംശവർദ്ധനന് വേണ്ടി എല്ലാ ജീവികളിലും സഹജമായിട്ട് എന്തുണ്ട്? കാമം അന്തർഭവിച്ചിരിക്കുന്നുണ്ട്, അന്തർലീനമാണ്. അവശരായി അവർ കാമത്തിൻ്റെ പിന്നാലെ ഓടും. അതിൽ മനുഷ്യന് വരുന്നുണ്ട്. പക്ഷേ അവന് അതിനെ അതിക്രമിക്കാൻ സാധിക്കും വിശേഷ ബുദ്ധി കൊണ്ട്. അവിടെയാണ് മനുഷ്യൻ്റെ ആരംഭം ഉള്ളത്. മനുഷ്യൻ്റെ ലക്ഷ്യബോധം അവിടെയാണ് ഉദിക്കുന്നത്. ഒരു വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിലൊഴുകാൻ ഏതൊരാൾക്കും പറ്റും, അതിൽ കിടന്നു കൊടുത്താൽ മതി. പക്ഷെ അത് അണകെട്ടി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്ന് പറഞ്ഞാൽ അണ ഒട്ടിക്കാനുള്ള പ്രവണത ആ വെള്ളത്തിനുണ്ടാവും. ഇതുപോലെ
നമ്മളെല്ലാം പ്രകൃതി വശകർ തന്നെയാണ്. മനുഷ്യരും മറ്റ് ജീവികളൊക്കെ പ്രകൃതി പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി ഒരുക്കിയതാണ് ഇതൊക്കെ. പക്ഷെ അതിനുപരി വിശേഷബുദ്ധി ഒന്ന് തന്നിട്ടുണ്ട്. അതാണ് ബ്രഹ്മാവലോക ദിഷണ എന്നൊക്കെ പുരാണങ്ങൾ ആണയിട്ട് പറയുന്നത്. മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീസൃവ മൃഗാൻ കഗദംശ മത്സ്യാൻ സ്ഥൈസ്ഥൈ അതുഷ്ടഹൃദയം പുരുഷം വിധായ ബ്രഹ്മാവലോക ദിഷണം മുതമാപദേവ. മറ്റു ജീവികളെ സംബന്ധിച്ച് അവർ വന്ന വഴി എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. അവർ വന്നു, അവരെ പറ്റി അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ല. ഇപ്പം എന്താണോ പ്രാപ്തം അത് അവർ നേടുന്നു, അത് തന്നെ. അങ്ങനെയാണ് മനുഷ്യരെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് വന്നു, മരണമെന്ന പ്രതിഭാസത്തോടു കൂടി ഞാൻ എവിടെയാണ് ചെന്ന് ചേരുന്നത്, ഇതറിയാനുള്ള ബുദ്ധി മനുഷ്യനുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയാണ് മനുഷ്യനുള്ളത്. ആ ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് എത്തുന്നു, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവിടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുണ്ട്. ആ ചിട്ടപ്പെടുത്തൽ ധർമ്മം ആണ് അടിസ്ഥാന മൂലിക. അവിടെ കാമം വേണ്ടെന്ന് പറഞ്ഞില്ല. പ്രകൃതി വശകനും കൂടി ആയതുകൊണ്ട് കാമം ഒരു ഘടകമാണ്. അവിടെ ധർമ്മവിരുദ്ധമായ കാമം മനുഷ്യന് പറയപ്പെട്ടിട്ടില്ല. ധർമ്മ അനുകൂലമായ കാമം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. കാമം തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. കാരണം ഈ ലോകം തന്നെ ഉണ്ടായിരുന്നത് കാമത്തിൽ നിന്നാണ്, അല്ലേ? അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടാവുമോ? അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ. അതെ, അതിനൊരു ധാർമ്മികത അവിടെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം, ഒരു ധാർമ്മികമായ കാഴ്ചപ്പാട് എന്ന് പറയില്ല. അത് മനുഷ്യനേ ഉള്ളൂ. മറ്റു ജീവികളെ സംബന്ധിച്ച് അമ്മയെന്നോ മക്കളെന്നോ ഭാര്യയെന്നോ ഒരു ഭേദമില്ല. ഉണ്ടോ കാമത്തിന്? ഇല്ല, പൊതുവായിട്ട് പറഞ്ഞാൽ. പക്ഷെ ചിലതൊക്കെ അതിന് വ്യത്യസ്തമായിട്ടുണ്ട്. അത് അപ്പോൾ അതിപ്പോൾ മനുഷ്യൻ തിരിച്ചുണ്ടല്ലോ, അതുപോലെ കണ്ട അത് നമ്മൾ പറയുന്നില്ല, പൊതുവെ. അപ്പോൾ കാമം പിന്നെ അവർക്കുള്ളത് അടിസ്ഥാനപരമായിട്ട് കാമപൂരണം മറ്റ് ജീവികൾക്ക് അടിസ്ഥാനമാണ്. കാമത്തിന് വേണ്ടി അവർ ഇപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട്, കുരുവികളൊക്കെ കൂടുണ്ടാക്കിയിട്ട് മുട്ടയിടാൻ നേരം ആകുമ്പോഴേക്കാണ് കൂടുണ്ടാക്കുക. മുട്ടയിടാൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കുമ്പോൾ ആ കൂട് ഇണക്കിഷ്ടമല്ലെങ്കിൽ ആ കൂട് ഉപേക്ഷിച്ച് പോകും, പുതിയ കൂടുണ്ടാക്കും. കാരണം ഇണയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അവരുടെ വലിയൊരു കാഴ്ചപ്പാടാണ്. പണ്ടുണ്ടായില്ല, അതൊക്കെയുള്ള വലിയ കഴുങ്ങിൻ്റെയും തെങ്ങിൻ്റെ ഓലേൻ്റെ അറ്റത്ത് കാറ്റത്ത് അത് ഒലയും, പക്ഷേ അത് വിട്ടുപോകില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ അറ്റത്തുള്ള ഓലയമേൽ കൂടുണ്ടാക്കുക. ഈ കൂട് ചാടി പോകുമ്പോൾ നമ്മളൊക്കെ പെറുക്കാൻ പോവുമായിരുന്നു പണ്ടൊക്കെ. എന്നിട്ട് അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി തൂക്കിയിടായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് കൃത്രിമമായിട്ട് വാങ്ങുന്ന കൂട് കിട്ടൽ തുടങ്ങി. എന്നിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി തൂക്കില്ല. പക്ഷെ പക്ഷി വരില്ലേ, അവർക്ക് അവരുണ്ടാക്കിയാണ്. അവർ കൂടുണ്ടാക്കുന്നത് എവിടെ നിന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കൂട് നെയ്യുന്നതെന്ന് അറിയോ? അതിൻ്റെ ഉള്ളിൽ 2 അറകളൊക്കെ ഉണ്ടാവും, 4 അറകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വലിയ നമ്മൾ 2 നില ബിൽഡിംഗ് ഉണ്ടാക്കണ പോലെ, അല്ലെങ്കിൽ 4 ബെഡ്റൂം ഉണ്ടാക്കണ പോലെ ഇതൊക്കെ അവിടെ ഉണ്ടാവും. എന്നിട്ട് അത് കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മുട്ട, എന്നാലും ചിലതൊക്കെ പോകും കേട്ടോ, ചിലതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വീണ് കിട്ടുന്ന ആ കൂടിൻ്റെ ഉള്ളിൽ മുട്ട പൊട്ടിക്കിടക്കണമൊക്കെ കാണാം. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി തൂക്കിയിടൊക്കെ ചെയ്യാറുണ്ട്. അന്ന് അത് സുലഭമായിട്ട് കിട്ടിയിരുന്നു. കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ ചോട്ടിൽ. താഴെയുള്ളതിലൊന്നും അവർ ഉണ്ടാക്കില്ല. വലിയ ഉയരമുള്ള പാറ്റക്കഴുങ്ങെന്നൊക്കെ പറയുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള കഴുങ്ങിൻ്റെ, അങ്ങനെയുള്ള തെങ്ങിൻ്റെ ഒക്കെ ഉണ്ടാക്കുക, വലിയ തെങ്ങിൻ്റെ. അപ്പോൾ അവർ കൂടുണ്ടാക്കിയിട്ട് ആ കൂട് ഇണ വന്ന് നോക്കും. ആ നോക്കിയിട്ട് തൃപ്തി ആയില്ല എന്നുണ്ടെങ്കിൽ വേറെ വീടുണ്ടാക്കും, വേറെ കൂടുണ്ടാക്കും. അതാണ് അവർ കാമപൂരണ ഒറ്റ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അടിസ്ഥാനം വെച്ചിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെടാൻ എന്തിനുള്ളതാണ്? ഈ ഇണ ചേരാനും ഈ മുട്ട ഉണ്ടാക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് വേണ്ടത് സമ്പാദ്യമാണ്. സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രകൃതിയാണ് ഏറ്റവും വലിയൊരു പാഠശാല. അതെ, ഇന്നിപ്പോ ഒരു കല്യാണം കഴിക്കുമ്പോൾ എന്താ നോക്കുന്നത്?
സ്വത്ത്, അതെ അതെ നല്ല വീട്, അതെ. സൗകര്യം, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നോക്കില്ല. അതെ, അതാണ് മനുഷ്യനും ആയി പോവുകയാണ് അങ്ങനെ. ജോലി, ഇത് മാത്രമേ ഉള്ളൂ. അതെ. മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്ന് എന്താണ് എന്തിനാ ജോലി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവോളം ജീവിക്കണം എന്നൊക്കെ ഉത്തരം തന്നെ പറയാറുണ്ട്. അത് മനുഷ്യന് അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ മറ്റു ജീവികളെ പറ്റി പറയേണ്ടതില്ലല്ലോ. പക്ഷെ മറ്റു ജീവികളെ സംബന്ധിച്ച് വേറൊരു പ്രശ്നമുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ കാണുന്നതാണ് അവർക്ക് ഈ ലോകം. മനുഷ്യനെ സംബന്ധിച്ച് അവൻ അതുകൊണ്ട് തൃപ്തനാവണില്ല, അവൻ എന്ന് ദുഃഖിതനാണ്. കാരണം വെച്ചാൽ അവന് മരണഭയമുണ്ട്, അപകട ഭീഷണിയുണ്ട്, ദുഃഖ ചിന്തകളുണ്ട്. അതായത് അടുത്ത കാലത്ത് വരാൻ പോകുന്ന, അതായത് സമീപകാലത്ത് അനുഭവിക്കാൻ പോകുന്ന ദുഃഖത്തെ ഓർത്ത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുഖം അനുഭവിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ലൗകികൻ എപ്പോഴും ദുഃഖിയാണ്. പക്ഷെ മറ്റു ജീവികളെ സംബന്ധിച്ച് വിശേഷബുദ്ധി ഇല്ലാത്തത് കൊണ്ട്, ഈ പറയുന്ന വിശേഷബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു മരണം മുന്നിൽ വന്നാലും അവർക്ക് അതൊന്നൊരു കൂസരയല്ല. നമ്മുടെ ദൃഷ്ടി അതൊക്കെ കേട്ടോ, ശാസ്ത്രം നമ്മളെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം നാളേക്ക് വേണ്ടി അവർ സമ്പാദിച്ചു വെക്കണമെന്നോ. ഈ കാളെ അറക്കം കൊണ്ടുപോകുമ്പോഴേ അവർ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുന്നു. അതുണ്ട് പ്രത്യക്ഷമായിട്ട് കാണുമ്പോൾ. എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻ വിചാരമില്ല. നമ്മളെ സംബന്ധിച്ച് മുൻ വിചാരമുണ്ട്. ഓരോ വയസ്സാവും തോറും എനിക്ക് അധികം ഉണ്ടാവില്ല, എപ്പോഴാണാവോ, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാൾ മരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വല്ലാതെ. ശരീരം മുഴുവൻ ടെസ്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും രോഗം വരാൻ അതെ, അതൊക്കെയാണ്. ഇതൊക്കെ ചെയ്തേക്കുണ്ടല്ലോ. അവൻ ദുഃഖിയാണ്. അപ്പൊ അവന് സുഖമില്ലേന്ന് വെച്ചാൽ സുഖത്തിലും അവൻ ദുഃഖിയാണ്. കാരണം സമീപകാലത്ത് വരാൻ പോകുന്ന ദുഃഖത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ദുഃഖത്തെ ഓർത്ത് എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ കാളുകയാണ്. മനുഷ്യന് ദുഃഖം തന്നെയാണ്. അതെ, അതാ പറയുന്നത്. അപ്പൊ സുഖ സമ്മിശ്രം എന്ന് പറയുമ്പോഴും ദുഃഖമേവ ദുഃഖമാണ്, ദുഃഖം മാത്രമാണ്. സുഖം വന്നാലും ഇത് നഷ്ടപ്പെടുവോ, കിട്ടിയത് പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ട്. മറ്റു ജീവികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രത്യക്ഷമായിട്ട് അവരിപ്പോ അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണെങ്കിൽ, ചാവാൻ പോവുകയാണെങ്കിൽ പോലും അവരിപ്പൊ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. കാരണം വെച്ചാല് അവർക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ മുമ്പില്ല. നമുക്കുള്ള വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഭാവിയിൽ ജീവിക്കുക. അതെ, ഭാവിയിലും വർത്തമാനത്തിലല്ല ജീവിക്കുന്നത്, ഭാവിയിലും ഭൂതത്തിലും. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നെടുവീർപ്പെടുന്നു. അത് കഴിഞ്ഞു പോയാൽ പിന്നെ മറ്റേ വർത്തമാനകാലം കിട്ടില്ല. അതെ, അതാണ് വർത്തമാനത്തിൽ കഴിയൂ എന്ന് പറയുന്നത്. വർത്തമാനത്തിൽ കഴിയണില്ല, അങ്ങനെ കഴിയാൻ പറ്റി ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച്, കാരണം അവന്റെ ബുദ്ധി ആ പറയപ്പെട്ടതുപോലെ, ശാസ്ത്രം പറയപ്പെട്ടതുപോലെ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അവൻ ദുഃഖിതൻ തന്നെയാണ്. അഥവാ അവൻ ബുദ്ധിയില്ലാത്ത ജീവികളെ പോലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇല്ലത്തുനിന്ന് വീടും ചെയ്തു അമ്മാത്തോടെ എത്തിയിട്ടും ഇല്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. മനുഷ്യനായതുകൊണ്ട് ഒന്നുകിൽ ശാസ്ത്രബോധം കൊണ്ട് ഉപരി എത്തണം, അല്ലെങ്കിൽ എന്ത് വേണം, മറ്റു ജീവി സാധാരണ ആയിട്ട് ബുദ്ധി ഇല്ലാത്തവനെ പോലെ കഴിയണം. അതിനോട്ട് കഴിയൂല. വന്നു ചേരുന്നതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആകാശത്തെ പറവകള് അവ സഞ്ചരിച്ച വഴി രേഖപ്പെടുത്താത്തത് പോലെയോ, അല്ലെങ്കിൽ ജലത്തിലൂടെ സഞ്ചരിക്കുന്ന ജലജീവികൾ പോയ വഴി പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് പോലെയോ മനുഷ്യന് സാധിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ സുഖണ്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമുണ്ട്. അവിടെയും ദുഃഖമാണ്, അവിടെയും കഷ്ടപ്പാടും. മറ്റേന്ന് വെച്ചാൽ ഞാനൊക്കെ വീണ് കഴിഞ്ഞാൽ അവൻ ചുരുക്കും, അല്ലെങ്കിൽ അവന്റെ മുന്നിൽ അവൻ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥ. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ഇങ്ങനെ പറയുന്ന അങ്ങനെ ചിന്താഗതി. ഈ മരണഭയം എന്നുള്ളത് ഒരു വലിയൊരു ഭയമായിട്ട് അവന്റെ മുന്നിലുണ്ട്. അല്ല, ഞാൻ വീഴാതെ പറഞ്ഞത് കഷ്ടപ്പെടുന്നത് ഇപ്പൊ നമ്മൾക്ക് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളൊരു ബുദ്ധിമുട്ടുമ്പോണ്ടാവുന്നത് മനുഷ്യരുണ്ടാവുമല്ലോ. അതെ അതെ അതെ, അതൊക്കെ അപ്പൊ അതൊക്കെ അറിയുന്ന ആളെയോ ഞാനിപ്പോ അഥവാ സമ്പത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വയ്യാതെയാവുക, അല്ലെങ്കിൽ മറ്റൊന്ന് സന്തോഷമാണ് ഈ ഒരു, അപ്പൊ അതില്ലാന്ന് അറിയിക്കാനുള്ള മറ്റൊരു മുന്നിൽ സുഖാണെന്ന് അറിയിക്കുക. പക്ഷെ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും ധാർമ്മികതയും മറ്റു ജീവികൾക്കാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഒരു ഉറുമ്പിന് ഒരു ലേശം അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് ഒന്നേ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ ഒരു പഞ്ചസാരത്തരി അത് കൊണ്ടുപോകും. എന്നിട്ട് തൻ്റെ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്ന് അതിൽ ഉറുമ്പും ചേർത്തായിട്ട് പോകും. അവർ സമൂഹജീവിയാണ്. എന്നെ പോലെ മറ്റുള്ളവർക്കും വിശക്കും എന്നുള്ള ബോധമുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അതില്ല. അപ്പം അവർക്ക് ധർമ്മമുണ്ട്. അതേപോലെ തന്നെ തേനീച്ചക്കൂട്, കള്ളന്മാർ നമ്മൾ പോയി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള സമ്പാദ്യമുണ്ട്, അത് സമ്പത്താണ്. അപ്പം അർത്ഥസമ്പാദനത്തിൽ അവരാണ് കേമന്മാർ, മനുഷ്യനല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കോഴികൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയെ കുടിക്കണമെങ്കിൽ ആ കോഴി നമ്മളൊന്ന് കൊത്തും. അതെ, അവര് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി, കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര്
പ്രത്യേക വിദ്യാഭ്യാസമുണ്ട്. കാരണം കീരിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേക സംജ്ഞകൾ കൊടുത്ത് ഒരു ശബ്ദം വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് തൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കും. പരുന്താണെങ്കിൽ വേറൊരു ശബ്ദം ഉണ്ടാക്കും. എന്നിട്ട് അത് പഠനമാണ്, വിദ്യാഭ്യാസമാണ്. എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അതാണ് വിദ്യാഭ്യാസം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഈ രണ്ടേ ഉള്ളൂ പഠനം. പക്ഷേ അത് മനുഷ്യൻ പഠിപ്പിക്കണില്ല. മനുഷ്യൻ പഠിപ്പിക്കുന്നത് ജോലിയിട്ടുള്ള പഠനമാണ്. അതേ ഉപ്പുമുളക് വാങ്ങാനുള്ള പഠനം മാത്രമാണ്. എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കണില്ല. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അതാണ്. അത് മറ്റു ജീവികൾ പഠിപ്പിക്കുന്നുണ്ട്. കോഴീനെ മാത്രം എടുത്താൽ മതി. കോഴി ചെനക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ കോഴി ചെനക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കുക്കുട വൃത്തി എന്ന് പറയാറുണ്ട്. കുക്കുട വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് ഒരു പരിധി ഉണ്ട്. ആ പരിധിയിൽ ഇത് ചെനക്കി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം അത് താൻ കഴിക്കാതെ കുട്ടികൾക്ക് കൊടുക്കും, കൂട്ടും. അത്രയും സ്നേഹം. കാക്കയ്ക്ക് നമ്മളൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മധുരമുള്ള ഒരു ലഡുവാണ് കൊടുക്കുന്നത് വെച്ചാൽ കാക്ക അതിൻ്റെ കൂട്ടിൽ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ മനുഷ്യനോ അത് പിന്നെ വാങ്ങിക്കൊടുക്കാറില്ല. ഇപ്പൊ മനുഷ്യനെ ഒന്നുകിൽ സ്വന്തം കുട്ടികളെ പൊന്തലിട്ട് പോകാനൊന്നും മടിയില്ലാന്ന് അതാ പറഞ്ഞത്. പക്ഷെ ഇറ്റത് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാമം അർത്ഥം എന്ന് പറഞ്ഞാൽ ആഗ്രഹപൂർത്തീകരണം, അതേപോലെ തന്നെ ഇര ഇങ്ങനെയുള്ളത്. പിന്നെ സമ്പത്ത് എന്ന് പറയുമ്പോൾ തനിക്ക് ജീവിക്കാൻ, ജീവസന്ധാരണത്തിനുള്ള വകകൾ സമ്പാദിക്കുക. നമ്മളിവിടെ കറൻസി ആയിട്ടാണ് കൂട്ടും. മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം തേനീച്ചക്കൂട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഉള്ള സമ്പാദ്യം അവിടെ ഉണ്ടാവും. ഉറുമ്പിൻ്റെ മാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മാസത്തേക്കുള്ള സമ്പാദ്യം എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇങ്ങനെ മറ്റ് ജീവികളെ സംബന്ധിച്ച് എന്തിനേറെ വൃക്ഷങ്ങളിൽ പോലും അങ്ങനെ കാണുന്നുണ്ട്. കാട്ടിലൂടെയൊക്കെ നടക്കുന്നു പോകുന്ന സമയത്ത് ചില മരം വെള്ളം കിട്ടില്ലെങ്കിൽ ആ മരത്തിന് ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വന്നിട്ട് ആ വെള്ളം കുടിച്ചിട്ട് കാട്ടിൽ രക്ഷപ്പെടാം. അങ്ങനെയുള്ള മരങ്ങളുണ്ട്. മരങ്ങൾക്ക് ചിന്തയില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ അന്ധകരണം വികസിതമല്ലല്ലോ. ചിന്ത ഉണ്ടായിരിക്കാം, പക്ഷെ മനുഷ്യനെ പോലെ വികസിതമല്ല. അതുകൊണ്ടാണല്ലോ താനിരിക്കും മഹാവൃക്ഷ ശാഖ വെട്ടി മുറിപ്പവൻ തനിക്ക് പാൽ തരും ഗോവെ മാംസമോർത്ത് വധിപ്പവൻ. അതായത് മരത്തിനെ വെട്ടുന്നവനും അത് തണൽ കൊടുക്കുമെന്നും കവി പാടാൻ കാരണം, അല്ലെങ്കിൽ അതിനോട് പക്ഷഭേദം കാണിക്കുന്നില്ല, എന്നെ മുറിക്കല്ലേ എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? അതിന് അന്ധകരണം വികസിതമല്ല. മനുഷ്യനെ സംബന്ധിച്ച് അയ്യേ അരുതേ എന്നെ ചേർപ്പിക്കരുത് എന്ന് പറയാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞ ജന്തുക്കൾക്കാണ് കുറച്ചുള്ളത് എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അത്ര മറ്റ് ജീവികൾക്കില്ല. എന്നാൽ ഉണ്ട്. പക്ഷെ മരങ്ങളാവുമ്പോഴേക്ക് സൂക്ഷ്മബുദ്ധി കുറവായതുകൊണ്ട് അവയ്ക്ക് അത് കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാലും അതിൽ ദുർലഭം ചിലതിനൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. പ്രതികരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയാറുണ്ട്. കാരണം ചില വൃക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ തെങ്ങ് മുതലായിരിക്കും, അതാണ് സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വെച്ച തെങ്ങുകൾക്ക് കൂടുതൽ കായ ഉണ്ടാവും എന്ന് പറയുന്നത്. എന്താ, കുട്ടികളുമായിട്ട് നിഷ്കളങ്കരായ കുട്ടികളുടെ കളിയും ചിരിയും അവർ ആസ്വദിക്കുന്നുണ്ട്, അങ്ങനെ ഫലം കൊടുക്കുന്നുണ്ട്. ഒരു വളമിട്ടുണ്ട്. അതുപോലെ പശുക്കൾക്ക് പാട്ട് കൊടുക്കുന്നതുണ്ട്, സംഗീതം. അപ്പൊ എല്ലാം പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മറ്റ് ജീവികളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ എലികളെ പട്ടാളക്കാർ ബോംബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്, എലീനെ ഉപയോഗിക്കുന്നുണ്ട്. അത് കുഴി ബോംബുകളൊക്കെ കണ്ടെത്താൻ ഒരു തരം എലികളെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാറ്റിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ടേ പരിചയമുള്ളതാണ്. അത് വലിയ സ്നേഹമാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടു, മറ്റേ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൊക്കെ തൻ്റെ യജമാനനെ കാത്ത് പോകുന്നു. ഇപ്പം അടുത്ത് 2 ദിവസം മുമ്പ് മരിച്ചുപോയ യജമാനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കയറിയിട്ട് അത് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നതിനെ പറ്റിയുള്ള ചരിത്രം. അപ്പോൾ മറ്റ് ജീവികളെ സംബന്ധിച്ച് മമത്വമൊക്കെ വല്ലാതെ ഉണ്ട്. അപ്പോൾ കാമം അർത്ഥവും അവർക്കുണ്ട്. ധർമ്മം മുഖ്യമല്ലെങ്കിലും ഉണ്ട്. പക്ഷെ മുഖ്യമായിട്ട് ആചരിക്കേണ്ട ധർമ്മം അർത്ഥകാമം. ധർമ്മം മുഖ്യമായിട്ടും അർത്ഥകാമങ്ങൾ ജീവസന്ധാരത്തിനായിട്ടും. അതായത് ധർമ്മം അനുവദിക്കുന്ന അർത്ഥം സമ്പാദിക്കാവും. ധാർമ്മികമായി എത്ര സമ്പാദിക്കാൻ പറ്റുമോ അത്രയും സമ്പാദിക്കാം. അതാണ് മനുഷ്യനോട് പറഞ്ഞത്. അധാർമികമായി മറ്റുള്ളവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് മറ്റുള്ളവൻ്റെ കണ്ണുനീരിൻ്റെ ബാക്കിയായിട്ട് അവൻ സമ്പാദിക്കാൻ പോയാൽ അവൻ ദുഃഖിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ധർമ്മവിരുദ്ധമായ അർത്ഥം മനുഷ്യനെ ദുഃഖിപ്പിക്കും. ധർമ്മവിരുദ്ധമായ കാമം മനുഷ്യനെ ദുഃഖിപ്പിക്കും. പറയാറ് തന്നെ ഉണ്ട്. ഇപ്പോൾ ധർമ്മവിരുദ്ധമായ ഒരു പ്രവൃത്തി
ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയാറുണ്ട്, ഇപ്പോൾ ആശ്രമങ്ങളിലൊക്കെ ഈ സന്യാസിമാർ ഇടയിലൊക്കെ വരുന്ന ഗൃഹസ്ഥാശ്രമികളെ കുറിച്ച് സ്വാമിജി തന്നെ പറഞ്ഞ് ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ അവർ ആശ്രമങ്ങളിലൊക്കെ വന്ന് ക്ലാസ്സും ശാസ്ത്രമൊക്കെ പഠിച്ച് ചിലപ്പോൾ എന്തൊക്കെ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു പോയാലും അധിക കാലം കഴിയുന്നതിന് മുമ്പ് വീണ്ടും അത് അന്വേഷിച്ച് വരും. അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് അന്വേഷിച്ച് പോകും. എന്താ കാരണം എന്നറിയോ? അവർക്ക് കാരണം ഒരു തീർത്തും ധാർമ്മികമായി ജീവിച്ചു എന്ന് പറയാൻ ഒരു നാവിനൊന്നും കഴിയില്ല. ഒന്നുകിൽ ധർമ്മവും അധർമ്മവും ഇല്ലാത്ത തലത്തിലേക്ക് ഒരു സന്യാസി ആവണം. സന്യാസി ആവുക എന്ന് പറഞ്ഞോണ്ട് ആയിക്കോളന്നില്ല, അധർമ്മം അധർമ്മം ഇല്ലാത്ത തലത്തിലെത്തിക്കണമെന്നില്ല. ധർമ്മം അധർമ്മം ഇല്ലാത്തൊരു തലത്തിലേക്ക് ആയാൽ കാഷായം എടുത്തോളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ ബ്രഹ്മസൂത്ര തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് അങ്ങോട്ട് ഓടാനൊന്നും വേണ്ട. ഓടിയില്ലെങ്കിൽ അയാൾക്ക് തൃപ്തം തന്നെയാണ്. അല്ലാത്ത ലൗകികരൊക്കെ എന്ത് ചെയ്യും? ഓടാതെ ഇരിക്കാൻ കഴിയില്ല അവർക്ക്. കാരണം ഏതെങ്കിലും തരത്തിൽ അധർമ്മം പ്രവർത്തിക്കും. കാരണം ലൗകികതയിൽ പലതരത്തിലും അത് വന്നു പോവും. അല്ലെങ്കിൽ എനിക്ക് ധർമ്മോ അധർമ്മോ ഇല്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കണം. ആ തരത്തിൽ ശാസ്ത്രബോധം വേണം. എല്ലാം ഉണ്ട്, എല്ലാ ഗുഹകങ്ങളും ഉണ്ട്. അത് ലൗകികനെ സംബന്ധിച്ച് വേട്ടയാടപ്പെടുന്നതാണത്. അതുകൊണ്ട് അവൻ ദുഃഖത്തിൽ നിന്ന് സുഖം തേടാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി എന്തു ചെയ്യും? അങ്ങനെയുള്ള മഹാശക്തികളെ, മഹാപുരുഷന്മാരെ തേടി പോവും. ചെല്ലുന്നത് ചിലപ്പോൾ അല്പജ്ഞന്റെ അടുത്താവും, പക്ഷെ എന്നാലും അവർ കച്ചിത്തുരുമ്പിന് വേണ്ടി പോവും. എന്തിനു വേണ്ടിയാ പോണത്? തനിക്ക് സമാധാനത്തിന് വേണ്ടിയാ. അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയൊന്നുമല്ല. അന്ധക്കരണ ശുദ്ധിക്കും പോവാം, അമ്പലത്തിൽ പോവാം, ഒക്കെ പോവാം, വഴിപാട് കഴിക്കാനൊക്കെ പോവാം. പക്ഷെ അതേ സമയത്ത് അയാൾ പോണത് താൽക്കാലികമായിട്ട് ദുഃഖം മാറ്റാൻ വേണ്ടിയാണ് പോണത്. കാരണം തൻ്റെ അടുത്ത് അധർമ്മം വന്നു. അധർമ്മമാണല്ലോ ദുഃഖത്തിന് കാരണം. ധർമ്മവിരുദ്ധമായ പ്രവർത്തികളാണ് ആരെ ദുഃഖിപ്പിക്കുന്നത്? ലൗകികനെ ദുഃഖിപ്പിക്കുന്നത്. ധർമ്മവിരുദ്ധമായ പ്രവൃത്തി ഞാൻ ചെയ്യണില്ല എന്ന് പറയാൻ അതിൻ്റെ നാവിനാ കഴിയാം. ഒന്നുകിൽ ധർമ്മത്തിന് ഉപരി എത്തണം. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുഃഖം അവൻ്റെ കൂടെ ഉണ്ട്, കൂടെ പിറപ്പാണ്. ഇതിൽ രണ്ടിലും ഒട്ടാത്തൊരവസ്ഥ വരണം. അതാണ് ശാസ്ത്രബോധം നമുക്ക് തരുന്നത്. ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒറ്റയടിക്ക് മാറ്റിയല്ല. കാലക്രമേണ ക്രമികമായി ധർമാധർമ്മങ്ങൾക്ക് ഉപരി എത്തണം. അതേ വഴിയുള്ളൂ. ധർമ്മത്തിലുള്ള കാലത്തോളം അധർമ്മം നമ്മളെ പിന്തുടരുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു വാക്ക് പറയണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ ഒട്ടി അതിന്റെ രോഗവും. അപ്പൊ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആരെങ്കിലും ഒരു അത്താണി വേണ്ടേ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഒട്ടാതിരിക്കണം. അതിന്റെ എന്താ? ഇനി ഒന്നുകിൽ രണ്ട് തലയും രണ്ടറ്റം ഒരേപോലെ എന്ന് പറയാറുണ്ട് കേട്ടോ. ഒന്നുകിൽ ഉപരി എത്തണം, അല്ലെങ്കിൽ തീർത്തും മോഡനാവണം. ഒരു കുഴപ്പമില്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്നതേ പ്രവർത്തിക്കൂ എന്ന് പറയാൻ പറ്റില്ല. അവൻ അധർമ്മത്തെ തന്നെ എന്ത് ചെയ്യും? മേന്മയായിട്ട് കാണും. കാരണം കുപ്രസിദ്ധിയാണ് അവൻ നേടുന്നത്, സുപ്രസിദ്ധിയല്ല. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് സുപ്രസിദ്ധി ആഗ്രഹിക്കുന്നവനാണ്. പക്ഷേ ചെയ്ത് കുപ്രസിദ്ധനായി തീരും. പിന്നെ കുപ്രസിദ്ധി കൂടെ അവൻ പ്രസിദ്ധി നേടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവനെ കൊണ്ട് വലിയ അപകടമാണ്. അവൻ ആരും എന്തും ചെയ്യും. അവനെ വിശ്വസിക്കാനേ പറ്റില്ല. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു ആത്മോദനം പോകാനും പോകണില്ല. അങ്ങനെയുള്ളവർ എവിടെയും പോവില്ല. പോകുന്നവരാരായിരിക്കും? ജീവിതത്തിൽ സുപ്രസിദ്ധി നേടണം, എനിക്ക് മനുഷ്യനാവണം, എന്നിട്ടും പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി അവൻ ഓടുക. എവിടെ ഓടും? അപ്പോൾ ഇതാ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് പലരും മാടി വിളിക്കും. ചെല്ലുന്നത് ചിലപ്പോൾ അപകടത്തിലാവും. എന്നാലും ഒരു കച്ചിത്തിരുമ്പിന് വേണ്ടി പോകുമ്പോഴാണ് ഇതാ വരൂ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് ഇരിക്കുന്നതുണ്ടാവും. ചതിക്കുഴിയിൽ അവൻ വീഴുകയാണ്. കാരണം ഇവൻ അതിലും വലിയ അധാർമികമായിട്ട്, ഏറ്റവും കൂടുതൽ അധാർമികമായിട്ട് ആധ്യാത്മിക മേഖലയാട്ടോ, അത് വേറെ കാര്യം. മറ്റുള്ള അത്ര ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ക്ഷേത്രങ്ങളായാലും ശരി, അതുപോലെ തന്നെ അല്ലേ, ഏത് മേഖലയായാലും ശരി. കാരണം ഒരു മുടക്കുമില്ലാതെ സംഗതി തരിപ്പെടാം. എല്ലാ മേഖലകളിലും അതുണ്ടെങ്കിലും, പക്ഷെ എല്ലാ കാലത്തും ഈ ഒരു മേഖലയും ചൂഷണത്തിൻ്റെ മേഖല തന്നെയാണ്. ആചാര്യസ്വാമിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ.
അല്ലേ? ബഹുകൃത വേഷാന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ലേ? ഉദരനിമിത്തം ബഹുകൃത വേഷം. അപ്പൊ അന്നുണ്ടാവണത് സീതനെ കൊണ്ടുപോകാൻ ഈ വേഷമാണ് ഉപയോഗിക്കുന്നത്. അതാ പറഞ്ഞത്. സുഭദ്രയെ ഹരിക്കാൻ വേണ്ടി അർജുനനും അതാണ് സ്വീകരിച്ചത്. പിന്നെ ISI മാർക്ക് ഉള്ളതാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുക. ശ്രേഷ്ഠമായതിന് അതായത് നമുക്ക് എടുക്കാനുള്ള ഒരു പോസിറ്റീവ് ഉള്ളൂ. നല്ലതിനെ അല്ലേ ദുരുപയോഗം ചെയ്യും, ചീത്തതിനെ ആർക്ക് വേണം? അപ്പൊ സന്യാസത്തിന് മേന്മ ഉള്ളതുകൊണ്ടാണല്ലോ സന്യാസ വേഷം ധരിച്ചിട്ട് ഭീകരന്മാർ പോലും വരും എന്ന് പറയാൻ കാരണം. അത് ശ്രേഷ്ഠ അല്ലാത്തതിനെ ആര് സ്വീകരിക്കും? അല്ല, ഈ വേഷമായിട്ട് ഏതെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ നമ്മൾക്ക് കേരളത്തില് ചിലപ്പോ സ്വീകരിച്ചോളന്നില്ല. പക്ഷെ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സന്യാസി കാണുമ്പോഴേക്കും അവിടെ വീഴും. അവൻ മയക്കുമരുന്നോ അവൻ കഞ്ചാവോ അവൻ എന്ത് തേമാടി തരവോ അതിന്റെ മറവിൽ ചെയ്യാം. പക്ഷെ അതേസമയം എന്നാലും അവർക്കാണ് പേര് പ്രശസ്തി. കാരണം ശാസ്ത്രം ഇത് സന്യാസത്തിന്റെ മഹിമയെ കുറിച്ച് അത്രയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് ധരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് സമ്പാദ്യം എന്നാണ് ഇവിടെ പറയാൻ പോണത്. ഈ സമ്പാദ്യം സമ്പാദിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും ധർമ്മത്തിനനുസരിച്ച് അർത്ഥകാമങ്ങളെ നേടിയാൽ അന്ധക്കരണ ശുദ്ധിയർത്ഥം ജ്ഞാനം ഉൽപ്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മം. അന്ധക്കരണ ശുദ്ധി വരും ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ. പരമാവധി അതൊന്ന് അടിവരടേണ്ടി വരും. പരമാവധി ഞാൻ ധാർമ്മികമായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് അന്ധക്കരണം ശുദ്ധമാവുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അവിടെ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ അറിഞ്ഞർത്ഥോളം അത്രേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം നമ്മളെ ദൃഷ്ടിയിൽ ധർമ്മം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മേക്കാൾ അറിവുള്ള ഒരാളുടെ ദൃഷ്ടിയിൽ അധർമ്മമായിരിക്കാം. പക്ഷെ അതല്ല, നമുക്ക് അറിഞ്ഞതിനനുസരിച്ച് ഞാൻ ധാർമ്മികമായ വഴിയിലൂടെ ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സംതൃപ്തിയാണ്. സംതൃപ്തി അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാവും. സംതൃപ്തിയായ ജീവിതമാണ്. ജീവിതത്തിക്ക് ജനിക്കുമ്പോൾ സംതൃപ്തമായിട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാവും. അന്ധക്കരണ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ, എനിക്കെന്താ നമ്മൾ സാധാരണ പറയാറില്ലേ, അവിടെ കുറ്റബോധമില്ല. അതൊരു അന്ധക്കരണത്തിൻ്റെ ശുദ്ധിയാണ്. അങ്ങനെ അന്ധക്കരണ ശുദ്ധി വരുമ്പോൾ ശാസ്ത്രം കിട്ടുകയാണെങ്കിൽ ശാസ്ത്രം അത് ഉള്ളിൽ പതിയും. അല്ലാത്ത ആൾക്ക് ശാസ്ത്രം പതിയുന്നില്ല. അങ്ങനെ അയാൾ ശാസ്ത്രജ്ഞാനത്തിലൂടെ ധർമ്മത്തിനുപരി എത്തും. ഏതുവരെയാണ് ധർമ്മം വേണ്ടത്? അവിടെ അധർമ്മത്തെ നീക്കം ചെയ്യുന്നത് വരെ. പിന്നെ ആട്ടം പഠിച്ചവന് താളം ആട്ടം പിഴയ്ക്കാറില്ല. അവനിൽ നിന്ന് അധർമ്മ പ്രവൃത്തി വരില്ല. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെന്ത് ധർമ്മം, എന്താ ധർമ്മം, ആ ഒരു തലത്തിൽ എത്താനുണ്ട്. അതുകൊണ്ട് ഈ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു കൊച്ചു കുട്ടിയാവുമ്പോൾ എങ്ങനെയാണോ വിദ്യാഭ്യാസം ചെയ്യുന്നത്, ആ വിദ്യാഭ്യാസം പോലെ ധാർമ്മികമായിട്ട് നമ്മൾ ജീവിച്ചു പോകണമെന്ന് പറയും. പക്ഷെ എല്ലാ കാലത്തും ധർമ്മം നമ്മളെ രക്ഷിക്കുന്നൊന്നുമില്ല. ധർമ്മം രക്ഷിക്കുന്നത് ധർമ്മത്തിന് ഉപരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മം നമ്മുടെ ജീവിത ഭാഗമായി തീർന്നു. ഡാൻസ് പഠിച്ച ഒരാൾ നടക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും? ഒരു ഡാൻസിൻ്റെ ആയിരിക്കും. അതാണ് പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ് വിചാരിക്കുക, അയാൾക്ക് എത്ര പ്രയാസമായിരിക്കും. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വിചാരിച്ചോളൂ, ഒരു ഘട്ടത്തിൽ എന്നെ കൊണ്ട് ഇത് വയ്യ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തായി, അതിൽ അഭ്യാസം വരെ കാണിക്കുക. അത് സ്വാഭാവികമായ പ്രക്രിയ. ഇതുപോലെ ധർമ്മം സ്വാഭാവികമായി തീരും കാലക്രമേണ. പിന്നെ അയാൾക്ക് അധർമ്മം പ്രവർത്തിക്കാൻ കഴിയില്ല, അറിഞ്ഞുകൊണ്ട് പറ്റില്ല. മറ്റൊരാളെ ദൃഷ്ടിയെ ചിലപ്പോൾ അധർമ്മമൊക്കെ ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ നോക്കണ്ട. നമ്മളെ മനസാക്ഷിക്കുത്തുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ ഒരു പരിധി വരെ കഴിയാതെ വരും. ഒരു പരിധി വരെ അതെ ആ തരത്തിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ബ്രഹ്മസൂത്രത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഇവിടെ എത്തിക്കുന്ന അതാണ്. അതുകൊണ്ട് അവർക്ക് പുരുഷാർത്ഥം അത് തന്നെയാണ്. ഈ ധർമ്മം അവർ പിന്നെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഒന്നും പറഞ്ഞിരിക്കേണ്ട, അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ദുഃഖത്തിന് കാരണം കർമ്മജന്യമായ അധർമ്മമാണ്. അതുകൊണ്ട് അധർമ്മം ഒഴിവാക്കാനും വേദകർമ്മം വിധിക്കുന്നുണ്ട് ആ തലത്തിൽ. പിന്നെ പറയാണ്, ഇവിടെയും അധികാരി ഭേദമനുസരിച്ച് താരതമ്യം കാണാവുന്നതാണ്. ഇപ്രകാരം അവിദ്യാമണ്ഡലത്തിൽ മോഹമുഗ്ധരായി കഴിയുന്നവർക്കാണ് താരതമ്യമനുസരിച്ച് ധർമാധർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്. ധർമാധർമ്മങ്ങൾക്ക് അനുസരണമായ ശരീരലാഭം, ശരീരങ്ങൾക്ക് അനുസരണമായ സുഖദുഃഖ ലാഭം. അപ്പൊ ധർമാധർമ്മങ്ങൾക്ക് മാത്രം മതി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന വീണ്ടും ശരീരലാഭമാണ്. ധാർമ്മികമായി ഒരു മനുഷ്യന് പറയപ്പെട്ട ധാർമ്മികമായി അവൻ ജീവിച്ചാൽ അവൻ അടുത്ത ജന്മത്തിൽ ആരാവണം?
ഒന്നുകിൽ മനുഷ്യനാവണം, അല്ലെങ്കിൽ മനുഷ്യനോടടുത്ത ധാർമ്മികത പുലർത്തുന്ന, മനുഷ്യൻ്റെ ഒപ്പം വസിക്കുന്ന പല പട്ടിയോ നായൊക്കെ ആവേണ്ടി വരും. മനുഷ്യനുമായിട്ടുള്ള സഹവാസമുള്ള ഒരു ജീവിയായിട്ട് വരാൻ പറ്റും. കാരണം അവൻ മനുഷ്യന് പറയപ്പെട്ടതല്ല അവൻ ചെയ്തത് ജീവിതത്തിലെങ്കിൽ, ധാർമ്മികമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, വെറും ധർമ്മം, ധർമ്മവും അർത്ഥവും, ധാർമ്മികമായിട്ട് അവൻ അർത്ഥം സമ്പാദിച്ചു, ധാർമ്മികമായിട്ട് അവൻ കാമം സമ്പാദിച്ചു, അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? അവൻ ചിലപ്പോൾ മനുഷ്യനോടൊപ്പം സഹവസിക്കുന്ന ഒരു മറ്റു ജീവിയായിട്ടും വരാം. കാരണം നല്ല നായ എന്ന് പറയാറുണ്ടല്ലോ. നമ്മള് പറയാറില്ലേ, അതൊക്കെ ഉണ്ട്. മനുഷ്യനോട് സഹവാസമുള്ള ജീവികളായിട്ട്, മനുഷ്യനെ അടുത്ത് കഴിയുന്നത്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു പൂച്ചയായിട്ട്, ഇപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു പൂച്ചയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് പറയും. കാരണം അത്രയാണ് പൂച്ചകളെ സ്നേഹിക്കുന്നത്. അതെ, ചില സ്ഥലത്ത് അതിനെ അടിച്ചിട്ടും കൂത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും അങ്ങനെ കഴിയും. അനുകൂലമുള്ള സാഹചര്യം, അനുകൂലം എല്ലാ ജീവികളും തേടും. ഇപ്പൊ ബാലിക സ്ഥാനത്തിൽ ഒരു പ്രാവ് വന്നുകൂടിയിട്ടുണ്ട്. ഈ പ്രാവ് എല്ലാവരുമായിട്ട് നല്ല സഹവാസമാണ്, എവിടെ നിന്ന് വന്നാന്നറിയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ അത് കേട്, അത് എന്താ മറ്റു ജീവികളൊക്കെ കാക്ക പിന്തുടരുന്നുണ്ട്, അവൻ എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ പഠിച്ചത് അനുഭവം പഠിച്ചതാ. കാരണം ഇതിന് മുമ്പ് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിലൊന്നും ഇട്ടില്ല, വളർത്തി, അത് അവസാനം എന്ത് ചെയ്തു, ചത്തുപോയി. നമുക്ക് എപ്പോഴും ഇത് നോക്കാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ പൂച്ചയൊക്കെ പിടിക്കും. അവിടെ ആ പണിക്ക് ഇനി ഞാൻ അല്ലാറും. എത്ര സ്നേഹം ഉണ്ടായാലും സ്നേഹമൊക്കെ ദൂരെ നിന്ന് കാണാം, നമുക്കില്ല. ഏതായാലും നല്ലൊരു വലിയ പ്രാവ്, നല്ല വെള്ളയും കറുപ്പും പുള്ളിയുള്ള ഒരു പ്രത്യേക തരം പ്രാവ്, നല്ല ഇണക്കമുള്ള പ്രാവ്. അടുത്ത് വന്നിരിക്കും, തൊടുവൊന്നുമില്ല, കൊത്തു അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും നല്ല ലോഗ്യമാണ് കക്ഷി. എവിടെന്നാ വന്നതെന്ന് ഓൽക്ക് തന്നെ അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ പല ജീവികളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ കേശവനൊക്കെ നമ്മളിപ്പോഴും ഓർക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത്രയും മനുഷ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ മനുഷ്യൻ തന്നെ ആവണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവികളായിട്ട് വരാം. പിന്നെ വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ശരീരലാഭം എന്തായാലും അവർക്കുണ്ട്. ഈ ധാർമ്മികമായി ജീവിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നതിൻ്റെ പരമാവധി പുനരവി ജനനം തന്നെയാണ്. അവൻ മോക്ഷമല്ല. ജന്മമുള്ള കാലത്തോളം അവിടെ മോക്ഷമില്ല. ജന്മം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്. ജനിച്ചതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. അപ്പം അവിടെയും ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യ സഹജമായിട്ട് മനുഷ്യനോട് കൂടെ ജീവിക്കുമ്പോൾ എന്തായാലും ദുഃഖം ഉണ്ടാവും. ദുഃഖത്തോട് കൂടിയിട്ടാണ് ഉള്ളത്. കഷ്ടപ്പാടുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ശരീരലാഭം അവനുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ ശരീരലാഭമല്ല. പിന്നെ ജീവിതത്തിൽ ഒന്നുകിൽ നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറം, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഇപ്പുറം. പ്രതീക്ഷിച്ച മാതിരി പോവല് തല കിട്ടിയേ. അതെ, അപ്പൊ മനുഷ്യനായിട്ട് താരതമ്യം ചെയ്യുന്ന ജീവികൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ധാർമ്മികമായിട്ട് ജീവിച്ചാല് ഒന്നുകിൽ മനുഷ്യനോട് അടുത്ത ജീവികളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ധർമ്മ അധർമ്മോ മിശ്രമായിരിക്കണം. മിശ്രജന്മാണ്. സ്വർണ്ണച്ചങ്ങലയും ഇരുമ്പിൻ ചങ്ങലയും രണ്ടിനാലും എടുത്തു പണി ചെയ്ത മിശ്രമാം ചങ്ങല എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ധർമാധർമ്മങ്ങൾ സമ്മിശ്രമാവുമ്പോഴാണ് അടുത്തതിൽ മനുഷ്യജന്മം കിട്ടുന്നത്. അത് ശ്രദ്ധേയമാണ്. അപ്പോൾ ജന്മം എന്തായാലും ഉണ്ട് അവിടെ. അപ്പോൾ ആ ജന്മം ഉണ്ടെങ്കിലോ അവിടെ പരിമിതികളുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്, ക്ലേശങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് മോക്ഷം? അതിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളെ. അപ്പോൾ ബ്രഹ്മാനുഭവ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് ഉപനിഷത്തുകൾ വിവരിക്കുന്നത് നോക്കുക. ബ്രഹ്മത്തെ അറിയുവാൻ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. മുണ്ടകോപനിഷത്തിലെ വാക്കുകൾ ഉദ്ധരിക്കുക. അപ്പോൾ ഈ പുരുഷാർത്ഥ സാധന അല്ല, അത് പുനർജന്മത്തിന് കാരണമാവുന്നുണ്ട്. പുനർജന്മം നല്ലതാണ്. ഏത് തരത്തിൽ? ജന്മം, നല്ലൊരു ജന്മം നമുക്ക് അടുത്തതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ലതായിട്ട് ജീവിക്കാം. നല്ലതെന്ന് പറയുന്നത് ധാർമ്മികമായി ജീവിക്കാം എന്നർത്ഥം. അങ്ങനെ ജീവിക്കാം. അതുകൊണ്ട് മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യേതര ജീവിയായി പോവാം. മനുഷ്യനായി ജീവിക്കണം. മനുഷ്യന് പറയപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം. വിശേഷ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. എന്നാലും ജന്മമുണ്ട്. അപ്പോൾ പക്ഷേ അതേ സമയത്ത് മോക്ഷം എന്നാണ് മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ അവിടെ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? ആ മോക്ഷത്തിനായിക്കൊണ്ടുള്ള മാർഗം തന്നെയാണ്. മോക്ഷത്തിനായിക്കൊണ്ടുള്ള മാർഗം എന്താണ്? ഈ ശരീരം ഞാനല്ല,
ഇതെൻ്റേതല്ല, ഞാൻ ഇവരുടേതല്ല, ന ഇതം മമ. ശരീരം എൻ്റെതാണെന്നുള്ള പറയുന്ന കാലത്തോളം ശരീരം വീണ്ടും കൊടുക്കേണ്ടി വരും. ഇത് എൻ്റെതാണെന്ന് പറയുന്ന കാലത്തോളം ആ ശരീരം കൊണ്ട് ഞാൻ ഇനി വരേണ്ടി വരും. അത് പ്രാരബ്ധവശാൽ അതിൻ്റെ ക്ലേശങ്ങൾ എൻ്റെ ഭാരമായി തീരുകയും ചെയ്യും. അപ്പം എന്തേ വഴിയുള്ളൂ? ശരീരം എൻ്റെതല്ല, ഞാൻ ശരീരമല്ല, ഇതിൽ ശരീരത്തിൽ എനിക്കൊരു അധികാരവും ഇല്ല എന്നുള്ള അറിവ് ശാസ്ത്രം കൊണ്ട് ഉറപ്പിക്കണം. അതാണ് ബ്രഹ്മസൂത്രം ഇവിടെ ചെയ്യുന്ന പണി, അഥവാ ഉപനിഷത്തുകൾ ചെയ്യുന്ന പണി. കാരണം കൊച്ചു കുട്ടിക്കുമ്പോഴും അറിയാം ഈ ശരീരം ഞാനല്ല. പക്ഷെ എന്നാ അറിഞ്ഞോന്ന് ചോദിച്ചാലോ, എന്നാ പിന്നെ എന്താന്ന് അതൊക്കെ അറിഞ്ഞിട്ടുമില്ല, വേർതിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ചാൽ അവനവൻ ആരാണെന്ന് ശരിക്കും അറിയാം. അപ്പൊ ഈ ശരീരമല്ല, വെളുത്തതല്ല, കറുത്തതല്ല, ആണല്ല, പെണ്ണല്ല, ഞാനാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പിന്നെ എന്താണ് ഞാൻ? അത് തിരിച്ചറിയുക. അതിനെന്തേ ഉള്ളൂ? അതിനൊന്നും നേടാനില്ല, സമ്പത്തല്ല, അത് പുറമെ നിന്ന് നേടേണ്ടതല്ല. ഉള്ളതിനെ തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിയാൻ എളുപ്പമല്ലേ? എളുപ്പമല്ല. ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ തന്നെ നമ്മളോട് പറയും, ഈ ഇന്ദ്രിയങ്ങൾ പൊതുവെ പുറമേ ഉള്ളതിനെ തേടുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഉള്ളിൽ ആരാണ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ഇന്ദ്രിയങ്ങൾക്കറിയില്ല. ഇന്ദ്രിയങ്ങൾ കാണുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ, സ്പർശിക്കുന്നതിൻ്റെ, രുചിക്കുന്നതിൻ്റെ, വാസനിക്കുന്നതിൻ്റെ പിന്നാലെ പോയി അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് പലവിധ കാമനകളുടെ പിന്നാലെ പോയി അതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്താണോ അതിനനുസൃതമായി അടുത്ത ജന്മെടുത്ത് ആ ജന്മത്തിൽ പിന്നെയും അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ ആഗാമികങ്ങളെ വാങ്ങി വെച്ച് പിന്നത്തെ ജന്മത്തിൽ പിന്നെ അത് താങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു ചുഴിയിൽ നിന്ന് മറ്റൊരു ചുഴിയിലേക്കെന്ന പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്ന് രാമായണം പറഞ്ഞതുപോലെ ഈ മോഹങ്ങളാണ് നമ്മളെ വലിച്ചുകൊണ്ട് പോണത്. മോഹക്ഷയമാണ് മോക്ഷം. അപ്പൊ മോഹം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ആത്മാ താൻ ആരാണെന്ന് അറിയണം. മോഹക്ഷയമാണ് മോക്ഷം. മലയാളത്തിൽ പറഞ്ഞാൽ മോഹങ്ങളുള്ള കാലത്തോളം മോക്ഷം ഇല്ല. മോഹങ്ങളുള്ള കാലത്തോളം ശരീരം ലാഭമുണ്ട്. അത് ലാഭമാണ്, ശരീര ലാഭമാണ്. അവിടെ ധാർമ്മികമായിട്ട് ജീവിച്ചാൽ മനുഷ്യ ശരീരം തന്നെ കിട്ടിയേക്കാം, ഉറപ്പ് പറയാൻ വയ്യ. എങ്കിൽ മനുഷ്യനോട് അടുത്ത ജീവികളൊക്കെ ആയിട്ട് കിട്ടിയേക്കാം, എന്നാലും അധോഗതി കുറവായിരിക്കും. ഈ സുഖം എത്രത്തോളം കുറക്കണം അത്രത്തോളം ദുഃഖം ഒഴിവാക്കുക. അല്ല, സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്. ഇനിയിപ്പോൾ എത്ര കുറച്ചായാലും ഉണ്ട്. സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖം ഉണ്ടെങ്കിൽ സുഖമുണ്ട്. മാനം ഉണ്ടെങ്കിൽ അപമാനമുണ്ട്, നിന്ദയുണ്ടെങ്കിൽ സ്തുതിയുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, പൂജയുണ്ടെങ്കിൽ പരിഭവമുണ്ട്. ഇത് ഇല്ലാതാവണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? മോഹക്ഷയം തന്നെ വഴിയുള്ളൂ. അപ്പം മോക്ഷം എന്നുള്ളത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഈ സഹനശക്തി എന്തുണ്ടാവും? ഒരു അഭ്യാസമാണ്, സാധനയാണ്. എന്ത് വന്നാലും എല്ലാറ്റിനെയും സമമായി വീക്ഷിക്കുക. സമമായി വീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് സ്വയം പരീക്ഷിക്കാൻ പറ്റും. സഹനശക്തി ഉണ്ടോ? അപ്പം ഇതിൽ ലോകത്തുണ്ട്. ഈ പ്രകൃതിയാണ് നമ്മുടെ പാഠശാല. അപ്പം അതിൽ ഒരു കൂട്ടർ തന്നെ നല്ല നിലയ്ക്ക് പറയുന്നുണ്ട്, നല്ല ആളാട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് തന്നെ കേൾക്കാതെ എന്തുണ്ടാവും? അയാൾ മഹാമോശം എന്ന് പറയുന്നുണ്ടാവും. ഒരാൾ നമ്മളെ പൂജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ നമ്മളെ നിന്ദിക്കുന്നുണ്ടാവും, മറഞ്ഞു തന്നിട്ട് നമ്മൾ കേൾക്കണില്ലാന്നേ ഉള്ളൂ. ഇത് ലോക നിയമമാണ്. ഇത് ലോക നിയമമാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റതുണ്ടാവും എന്നുള്ളത് ലോക നിയമമാണ്. അതുകൊണ്ടാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്. ജീവിതം ദ്വന്ദ്വമാണ്. അപ്പൊ ഒന്നിന് നമ്മൾ കോളർ ഒന്നിക്കുമ്പോൾ ഒന്നിന് നമ്മൾ സങ്കോചിക്കുകയും ചെയ്യും. അതൊക്കെ ശരീരത്തെ നോക്കിയിട്ടാണ്. ഈ ശരീരത്തെ അല്ലേ പറഞ്ഞത്, ഞാൻ ശരീരം അല്ലല്ലോ. ഇനി രോഗം വന്നു. രോഗം വന്നാൽ എന്തുണ്ടാവും? രോഗം വരുമോ എന്നുള്ള ഭയം. വന്നാൽ അയ്യോ എന്ന് പറഞ്ഞ അതും എന്തുകൊണ്ടാണ്? ശരീരമാണ്. ശരീരം ഞാനല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് രോഗമില്ല. രോഗം ശരീരത്തിനാണ്, ദുഃഖം അവിടെ ആർക്കാ? അസുഖമായിരിക്കാം വരുന്നത്, മനസ്സിനാണ്. അപ്പം മനസ്സും ഞാനല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം ഉണ്ടാവില്ല.
രോഗം എല്ലാവർക്കും അസുഖമാവാറില്ല. അതെങ്ങനെയാ? രോഗമില്ലാതെ തന്നെ പലർക്കും അസുഖം ആവാറുണ്ട്. ആലോചിച്ചും അസുഖം ഉണ്ടാക്കും. എന്താണെന്നറിയില്ല, ഒരു സുഖമില്ല. ഇതെന്തിനാ? ഇത് മനസ്സുകൊണ്ടാ. ഇനി രോഗം ഉണ്ടായാൽ തന്നെ, ശരീരത്തിന് രോഗം വരുന്നത്, അതിന് അസുഖം ആവാത്ത എത്രയോ പേരുണ്ട്, സന്തോഷമായിട്ട് കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അത് കൂടുന്നല്ലാതെ എന്താ ഉണ്ടാവുക എന്നുള്ള വിചാരം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? എത്രയോ ആളുകൾ, ഇപ്പം നമ്മൾ വാണിയമ്പലത്തിൽ നിന്ന് രാജ്യറാണിക്ക് പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെയുള്ള കാണാം. ഒരു വേദാന്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുഭവം അവരെ കൊണ്ട് എത്തിച്ചു. ചിലപ്പോൾ കടിച്ചു പിടിക്കുന്നവരും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. വേറൊരു വഴിയില്ലല്ലോ, സഹിക്കുകയല്ലാതെ എന്ന നിലയ്ക്കുണ്ടാവും. അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അതിനുപരി എത്തി. ക്യാൻസർ വന്നിട്ട് എത്രയോ പേര്, ക്യാൻസർ വണ്ടി എന്ന് പേര് തന്നെ വന്നിട്ടുണ്ട് രാജ്യറാണിക്ക്. അതെ, അത് നാളെ കലക്ടറും പറഞ്ഞു, മലപ്പുറം ജില്ലാ കലക്ടർ പത്രത്തിൽ കൊടുത്തിരുന്ന ആ വാർത്ത. നമ്മളെ രാജ്യറാണിയുടെ ക്യാൻസർ വണ്ടി എന്നുള്ള പേര് മാറ്റണം, അതിന് നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു. ക്യാൻസർ, അതായത് RCCക്ക് പോകുന്ന ആൾക്കാരാണ് ആ വണ്ടിയിൽ അധികം ഉണ്ടാവുക. നല്ല സൗകര്യമാണ്. ആ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയാൽ മതി, പൈസയും കുറവാണ്. ട്രെയിനിൽ പോകുമ്പോൾ അവിടെ പോയി ചികിത്സിക്കുന്നവരാണ് ഈ വണ്ടിയിൽ ധാരാളം പേര്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ജനറൽ കമ്പാർട്ട്മെന്റിലും അവരായിരിക്കും അധികം. കുറച്ച് പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ AC-യിലൊക്കെ കയറിയിട്ടുണ്ടാവും. എല്ലാ കാലത്തുള്ളതാണത്. OP ഏതോ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉള്ളൂ. ആ OP ദിവസം കുറച്ച് തിരക്ക് കൂടും. അപ്പൊ അവര് അതിലും കാണാം ഇതൊന്നും പഠിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ധാർമ്മികമായിട്ട് ഉയരണമെങ്കിൽ ധാർമ്മികമായ ശാസ്ത്രങ്ങളെ പഠിക്കണം. ബ്രഹ്മസൂത്രം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൊണ്ടറിയാനാണ്. തന്നിൽ തന്നെ തന്നാൽ അറിയലാണ് ബ്രഹ്മസൂത്രം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ആരെ അറിയാനുള്ളത്? പുറമൊന്നും അറിയാനില്ല, പുറമെ ഒന്നും ചിട്ടപ്പെടുത്താനില്ല. അപ്പൊ ചോദ്യം, പുറമെ ഒന്നും ചിട്ടപ്പെടുത്താതെ തോന്നിയ പോലെ ജീവിച്ചാൽ എങ്ങനെയാണ് ഇത് അറിയാം? അതൊക്കെ മുമ്പ് അങ്ങനെ ചിട്ടപ്പെടുത്തിയ ഒരാൾക്കേ എന്തുണ്ടാവുള്ളൂ? സാമാന്യമായിട്ട് ജീവിതത്തിൽ ചില ധാർമ്മികതയൊക്കെ ആയി ചില അന്ധക്കരണ ശുദ്ധി വന്നവർക്കേ എന്തുണ്ടാവുള്ളൂ? ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് താല്പര്യം. അല്ലാതെ ഇപ്പോൾ നോക്കിയിട്ട് കുറേ ധാർമ്മികതയൊക്കെ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ ഗീതയിൽ തന്നെ നമുക്ക് കാണാം യജ്ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്. ആ യജ്ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വിവിധ ദേവതകളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് എന്തിനാ? അതിൽ ഉറച്ചിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. എന്നാൽ കുറച്ചും കൂടി ഉയർന്ന ഒരാളെ സംബന്ധിച്ച്, വികസിതമായ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ കാണുന്ന ദേവതകൾക്ക് ഉള്ള പൂജകളും വഴിപാടുകളും ഒക്കെ വാസ്തവത്തിൽ ഒരൊറ്റ ദേവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഏകോ ദേവ, ഒന്നിനെ ഉദ്ദേശിച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ ചിലപ്പോൾ മറ്റുള്ളവർ അന്ന് വരെ പോയ റൂട്ട് അനുസരിച്ച് അയാൾ എല്ലാ ദേവന്മാരെയും എടുത്തു പോയി കുമ്പിടുന്നുണ്ടാവും. പക്ഷെ അയാളുടെ ഉള്ളിൽ അത് സംതൃപ്തി ഉണ്ടാവില്ല. സംതൃപ്തി എന്തായാലും ഒന്നിനെ തന്നെയല്ലേ ഇപ്പം ഞാൻ പലതായിട്ട് പൂജിക്കുന്നത് എന്നുള്ള ചിന്ത അയാൾക്ക് വന്നു. ഇങ്ങനെയാണ് അന്ധകരണം വികസിതാവുന്നത്. അതെ, പക്ഷെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ഇളകരുത്. അതെ, കണക്ഷൻ നേരെയായാൽ മതി. പക്ഷെ കണക്ഷൻ നേരെയാവണമെങ്കിൽ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. 1-2 സൂത്രങ്ങളോ മന്ത്രങ്ങളോ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ബ്രഹ്മസൂത്രം പറയുന്നതും ഗീത പറയുന്നതും ഒക്കെ തന്നെയാണ്. ഇനി വേണ്ട, ഇപ്പൊ നമ്മൾ പൂജ ചെയ്യുന്ന ആളുകൾ ചൊല്ലുന്ന മന്ത്രമല്ലേ, ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആ മന്ത്രത്തിന്റെ അർത്ഥത. പക്ഷെ അത് ചൊല്ലുന്ന ആൾക്കാർക്ക് അറിയോ? ചൊല്ലുന്ന ആൾക്കാർക്ക് അറിയോ? ആണെങ്കിൽ പിന്നെ അവരിത് വലതിന് പിന്നാലെ പോവോ? ആകാശാത് പതിതം തോയം എന്നാണ്, ആകാശത്ത് മഴ പെയ്യുന്നത് പോലെ യഥാഗച്ഛതി സാഗരം, ആ മഴവെള്ളം മുഴുവൻ ചെന്ന് നീർച്ചാലുകളായി തോടുകളായി പുഴയായി അത് കടലിലാണ് ചെന്ന് ചേരുന്നത്. അതുപോലെ സർവദേവ നമസ്കാരം, ഏത് ദേവനെ നിങ്ങൾ നമസ്കരിച്ചാലും ഒരൊറ്റ ഈശ്വരൻ ഒന്നേ ഉള്ളൂ കേട്ടോ. ആ ഈശ്വരൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഈശ്വരൻ പലതില്ല തന്നെ
ഇതാ പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിച്ചിട്ട് അവിടെ ഉറപ്പിച്ചിട്ട് എല്ലായിടത്തേക്കും പോവാ. ആ അതാണ് എന്നുള്ള ഭാവത്തിൽ ഇതിനെയും കാണാം. ഇഷ്ടദേവതയിലൂടെ ഞാൻ പൂജിക്കപ്പെടുന്നത് സർവശക്തിയെയാണ്, പരമേശ്വരനെയാണ്. ഗുരുവായൂർ പോവാ, ശബരിമല എവിടെയും പോവാം, പോവാൻ പോവാതിരിക്കാം. പക്ഷെ ഇത് ഇവിടെ ഉള്ളതല്ല, അവിടെ ഉള്ളത് വേറെ ശക്തി കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് പറയുന്നത് അന്ധകരണം അത്രയായുള്ളൊരു ഗുഡ്സ് മുറിയാണ്. ഒരു ശരീരത്തിന്റെ വലത്തെ കയ്യിലും ലേശം വേറുണ്ടാവും, ഇടത്തെ കയ്യിലൂടെ അത്ര വയ്യല്ലോ. ഈ തലത്തിലാവണത്. അതുകൊണ്ട് വികസിതമാവുക എന്ന് പറയുമ്പോൾ ശാസ്ത്രം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രത്തിൽ രണ്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, സർവം കലിതം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളെ പ്രമാണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നീയാകുന്നു. ഇതന്നെ പരമായിട്ടുള്ളൂ. ആ പരമായ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ പറയാണ്, പരമമായ സത്യത്തെ അറിയുന്ന നിമിഷത്തിൽ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു എന്ന് തൈത്തിരീയോപനിഷത്തും പറയുന്നു. തൈത്തിരീയോപനിഷത്തിൽ പരമമായ സത്യത്തെ അറിയുന്ന നിമിഷത്തിൽ, ആ നിമിഷം പ്രകാശം വരുന്ന നിമിഷം തന്നെ അവിടെ ഇരുട്ടില്ലാതാവുന്നുണ്ട്. ഇതുപോലെ പരമമായ സത്യത്തെ എപ്പോഴാണോ അറിയുന്നത്, ആ അറിയുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു. പോവാ എന്ത് ഇപ്പൊ തന്നെ പോണോ? ഇതിനായിട്ട് പോരെ, അടുത്ത പ്രാവശ്യം മതിയെന്നില്ലേ? ഞാനതാ പിന്നെ വിളിക്കാൻ. അമ്മയ്ക്ക് എന്താ കുറച്ചായിട്ട് ആശുപത്രിക്ക് പോകണം. അപ്പൊ പരമമായ സത്യത്തെ അറിയുന്ന മാത്രയിൽ, അറിയുന്ന നിമിഷത്തിൽ പിന്നെ അയാൾക്ക് ഇവിടെ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നു. കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നു. എപ്പോഴാണോ കായ ഭാഗമാവുന്നത് അപ്പൊ പൂവ് കൊഴിഞ്ഞു പോകുന്നത് പോലെ. പിന്നെ അയാളിൽ എന്ത് കഴിവാടാ, എന്ത് പ്രാർത്ഥനയാണ്? ഭഗവാനെ എനിക്ക് ഇതും അതും വേണേ, ഞാൻ അതിന് പകരം ഇതും അതുമൊക്കെ തരാമെന്ന് പറയുന്ന ഒരു വാക്ക് അയാളിൽ നിന്ന് വരില്ല. എങ്ങനെ വരും? കാരണം ഞാൻ എൻ്റെ ജീവിതം മനുഷ്യജന്മമാണ്. ആ ജീവിതം തിരിച്ചറിയലാണ്. തിരിച്ചറിയൽ അറിഞ്ഞു കഴിഞ്ഞാൽ, തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ളത് ഇനിയിപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാലും ശരി, അത് പുറത്തല്ല. പറയാൻ പോകുന്നത് ഹൃദയശോർജുന തിഷ്ഠതി, എന്നിലുള്ള ഞാൻ എന്ന് പറയുന്ന പ്രത്യയം തന്നെയാണ് എല്ലാറ്റിലും ഞാനായി കുടികൊള്ളുന്നത്. അത് കല്ലിലും തൂണിലും തുരുമ്പിലും മനുഷ്യനിലും ജന്തുവിലും എല്ലാറ്റിലും അത് തന്നെയാണ്. അത് ധാരണ ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളതൊക്കെ. അതിനോട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് പ്രതിഫലം ഒന്നും കിട്ടാൻ പോകുന്നില്ല. പ്രതിഫലം കിട്ടുന്ന ആർക്കാണ്? അത്യന്ത വിശ്വാസിക്ക്. അത് കിട്ടുന്നത് അവിടെ നിന്നല്ല, തൻ്റെ കർമ്മഫലമായിട്ടാണ്. തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? ആ തെറ്റിദ്ധാരണ അവനെ വിശ്വാസിയെ സംബന്ധിച്ച് ശരിയാണ്. അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അടിയുറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനായുള്ള പ്രവൃത്തി അവനിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് മറ്റോടത്തേൽ പോയി പറയാൻ പറ്റില്ല. അങ്ങനെ അതൊരു അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാവുന്നുണ്ട്. അതെ, ആ ഒരു തലത്തിൽ നല്ലതാണ്. അതെ, ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അഹങ്കാരം ഇല്ലാതാവും, തലക്കനില്ലാതാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടുന്നതോ പുറമെ നിന്നല്ല കിട്ടുന്നത്. ഇനിയിപ്പോ കിട്ടുന്നത് എന്താണ്? അതും പരിമിതങ്ങളായതേ കിട്ടുള്ളൂ. പരിമിതമായതേ ചോദിക്കല്ലോ. ഒരു പറയാറില്ലേ, ഒരു ചക്രവർത്തി ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും, ഈ രാജ്യത്തെ ജനങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാനത് കൊടുക്കും. പ്രഖ്യാപിച്ചു. ഒറ്റ ദിവസമുള്ള അവസരം. അപ്പോൾ ക്യൂ ഗ്രാമാന്തരങ്ങളിലേക്ക് ക്യൂ നീണ്ടുപോയി. കാരണം എന്താവശ്യപ്പെട്ടാലും കൊടുക്കും. പറഞ്ഞത് ആരാ? ചക്രവർത്തിയാണ്. അപ്പം വെറുതെ പറഞ്ഞതല്ല, കിട്ടുന്ന ഉറപ്പാണ്. എല്ലാവരും ക്യൂവിൽ പോയി നിന്നു.
അപ്പോൾ ഒരാൾ മാത്രം വീട്ടിൽ നിന്ന് എന്താ ഇപ്പോൾ ചോദിക്കാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് ഭാര്യ അടുക്കളയിൽ നിന്ന് ചോദിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കാൻ എന്താണ്. അപ്പം ഇയാൾ എനിക്ക് കിട്ടിപ്പോയി, ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കാൻ ഒരു കഷ്ണം കുമ്പളങ്ങ ചോദിക്കാം. അയാൾ ക്യൂവിൽ സ്ഥാനം പിടിച്ചു. അയാളെ ഊഴം വന്നപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ വേണമെന്ന് പറഞ്ഞു. ചോദിച്ചതേ കൊടുക്കൂ, ഒരു കുമ്പളങ്ങ കൊടുക്കില്ല. ഒരു കഷ്ണം കുമ്പളങ്ങയെ ചോദിച്ചാൽ അതേ കൊടുക്കുള്ളൂ. അതേപോലെ നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് കിട്ടും. അടുത്ത കൂട്ടാൻ വെക്കാൻ വേറെ ആവശ്യപ്പെടേണ്ടി. ഇതുപോലെ ഏത് ദേവന്റെ അടുത്ത് പോയി എന്ത് പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് ഞാൻ തൃപ്തനാവുന്നുണ്ടെങ്കിൽ തിരക്കിടില്ല. ഒരിക്കലും മനുഷ്യൻ തൃപ്തനാവുന്നില്ല. ആകെ ഒരു തൃപ്തിയെ മനുഷ്യനുള്ളൂ, തന്നെ നേടുമ്പോൾ. ആത്മതൃപ്തശ്ച മാനവ. തന്നെ നേടുമ്പോഴേ തൃപ്തനാവുള്ളൂ. അല്ലാത്ത കുറെ പണം കൊടുത്തു തൃപ്തനാവും. തൃപ്തനാവുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ, ഓരോ ദിവസത്തെയും പത്ര റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. കോടികളുടെ ആസ്തിയുള്ളവർ പിന്നെയും കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ജീവിതം തന്നെ തൊലക്കിച്ച് അവസാനം ഒന്നുമല്ല ഇതായി തീരുന്ന കഥകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് അവിടെ നിർത്തിയാൽ മതിയായതില്ലേ, അത് നിർത്താൻ തോന്നണ്ടേ? വെറുതെയാണോ ജ്ഞാനപ്പാനകാരൻ പറഞ്ഞത് 10 കിട്ടുകിൽ 100 മതി എന്ന്, ശതമാകിൽ സഹസ്രം മതി എന്ന്? തലമുറകൾ ഉണ്ടാക്കുക. അതാ പറഞ്ഞത്. ഇപ്പൊ മന്ത്രിമാര്, അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, ഏത് മേഖല വേണമെന്ന് നോക്കിക്കോളൂ. ഏത് മേഖല വേണമെന്ന് നോക്കിക്കോളൂ. ഉള്ളത് കൊണ്ട് സംതൃപ്തപ്പെടുന്നവർ എത്ര പേരുണ്ടാവും? ഇപ്പൊ വേണ്ട, നമ്മളെ വിദേശ ബാങ്കിൽ കോടാനുകോടി കെട്ടിക്കിടക്കുകയാണ്. അത് അവിടെയും കൂടെ ഉണ്ടോന്ന് അറിയില്ല, ഇവിടെ അതുമില്ല. ഒരേ മറ്റുള്ള ബാങ്ക് കൊണ്ടുപോയിട്ടിട്ട് ഇവരൊക്കെ മരിച്ചു പോയില്ലേ? അതെ, അത് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഒരു ഒന്നിട്ട്. ഇനിയിപ്പോ ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്ന ആൾക്കാര് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ദൂർത്തടിക്കുന്ന ചിലപ്പോൾ മക്കൾ തന്നെ ചെയ്യും. ഒരു സമ്പന്നന്റെ 3 തലമുറ ദൂർത്തന്മാരാവും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാ അത് ഉണ്ടാക്കിയതെന്ന് അറിയില്ല, അതിന്റെ വിഷമം അറിയില്ല. ചിലപ്പോൾ കാട്ടെടുത്തിട്ടാണ് ഉണ്ടാവുക, കഷ്ടപ്പെട്ടിട്ടാവും ഉണ്ടാക്കണത്. എന്നാലും അതിന്റെ വിഷമം അറിയാതെ ആവും മക്കൾ ജീവിച്ചത്. അവൻ മക്കളെന്ത് ചെയ്യും? പൈസ ഇഷ്ടം പോലെ ഉണ്ടായപ്പോൾ നല്ല ദൂർത്തായിരിക്കും, തോന്നിയമാതിരി ജീവിക്കും. അങ്ങനെ ഒരു സമ്പന്നന്റെ 3 തലമുറ ദൂർത്തന്മാരാവുമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് മാസം നല്ല ശമ്പളം തന്നെ ജീവിക്കാറ്. പിന്നെയാണ് ഓരോ ദിവസം ഉണ്ടാക്കുന്നത്. എന്നിട്ട് വല്ല ആർത്തി വിടുന്നു. എല്ലാ മേഖലയിലും അങ്ങനെ ഈ ഒരു പാവരാളെ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ ഒരു കുറച്ചൊക്കെ കുറച്ചു. എന്തിനാ എല്ലാ മേഖലയും 500 ചില ഡോക്ടർമാരുടെ ഫീസ് 500 എല്ലാ മേഖലയും. എന്തിനാ ഈ ഉച്ച വരെ അവിടെ പഠിത്തതിന്റെ പിന്നെ ഈ 500 ഫീസ്? ഒരു 100 ആൾക്കാർ അതും ചെറിയ ആ പൈസ പിന്നെ എന്താ കാണിക്കുന്നത്? എത്ര എഴുതി കൊടുക്കണം? അവിടെ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തം നിർവഹിക്കുന്നവര് ലക്ഷത്തിലൊന്നുണ്ടാവും. എല്ലാ കാര്യത്തിലും ലക്ഷത്തിലൊന്നു തന്നെ ഉള്ളൂ. ഇപ്പൊ എന്റെ ഒക്കെ വലിയൊരു പെങ്ങളെ ഒരു കൊച്ചുനാരായണ, അതിനൊന്നും കല്യാണം കഴിച്ചിട്ടല്ല, കുട്ടികളൊന്നുമില്ല. അതൊക്കെ ഈ ഫീസിന് എത്രയോ കോടികൾ ഉണ്ടായിരുന്നു അറിയില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടതൊക്കെ? അതെ, ഇതൊരു മനുഷ്യനെ ഒരു ലഹരിയായിരിക്കും. അല്ലാതെ മദ്യപിച്ച് അതാണ് മായ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കള്ള് ഷോപ്പിൽ ചെന്നു, മദ്യപിച്ച് മതിയായി വീട്ടിലേക്ക് വന്നു. അതവിടെ കൂടെ തീരുന്നില്ലല്ലോ, പിറ്റേന്ന് പയ്യാണ് അത് കുടിക്കാൻ. രാവിലെ വൈകുന്നേരം വരെ കൈക്കോട്ട് കൊത്തി പണിയെടുത്തിട്ട് പിന്നെ പയ്യാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം മായാന്തു പ്രകൃതി വിധി മായിനം തു മഹേശ്വര. ഇവന് ഈ മദ്യാണ് ലഹരി എന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ എഞ്ചിനീയർ വരെ വലിയ വലിയ പണക്കാർക്ക് ഇതാണ് ലഹരി. ഇപ്പൊ ഈ ആരാധന സ്ഥലം തന്നെ, ഇപ്പൊ ശബരിമല, ഗുരുവായൂർ മുതലായ സ്ഥലങ്ങളിലൊക്കെ പണം കൊണ്ടുപോയി കൊടുക്കുന്ന വ്യവസായികൾ, അവരെ കൊണ്ടു കൊടുക്കുന്നത് അത് വീണ്ടും അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പങ്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും അവിടെ ആർത്തിയാണ്. 65 കിലോ സ്വർണ്ണക്കല്ലേ ഓരോരുത്തർ ആഭാരം തൂക്കണേ. അതെ, ഈ പഠിക്കുന്നവർ അതിന് പോവോ? ഒരിക്കലും പോവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വഴിപാട്, കാരണം അവനെ അറിയാം ഇതിന്റെ മിഥ്യാഭാവം. ഇനി അവനെ അതിലേക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. പിന്നെ അവൻ സമൂഹ ജീവി എന്നുള്ള നിലയ്ക്ക് അവനവൻ്റെ നാട്ടിൽ മറ്റുള്ളവരും കൂടി ജീവിക്കട്ടെ വിചാരിച്ചിട്ട് അവൻ്റെ പങ്ക് നിർവഹിക്കും. അജ്ഞാനിയെ പോലെ, അവിടെ പോലെ ഉണ്ട്. അവനെ അജ്ഞാനിയാവാൻ പറ്റില്ല, അജ്ഞാനിയെ പോലെ. അത് ആവശ്യമാണ്. അത് സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് അവൻ ആവശ്യമാണ്. കാരണം സ്ഥാപനം നിലനിൽക്കട്ടെ, മറ്റുള്ളവർക്കും വേണമല്ലോ കര കയറുക. ഞാനും ഇന്നലെകളിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഈ പല ആശ്രമത്തേക്ക് 500 കോടി 600 പല വിദേശ സ്ഥലത്തൊക്കെ കൊടുക്കണ്ടല്ലോ. അപ്പൊ അവരൊക്കെ 500 കോടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എത്ര കോടി വേണം? അതാ പറഞ്ഞു.
എല്ലാ മേഖലയും പക്ഷെ അവനെന്താ ചെയ്യണെന്ന് വെച്ചാല് ഇത് ചിലപ്പോ ഒരു ഭാരമാകുമ്പോ ഇവിടെ കൊണ്ടിട്ട് കൊടുത്താല് തലേന്ന് കഴിഞ്ഞ് അവര് ശ്രദ്ധിച്ചോളുന്നുള്ള. അതെ, അങ്ങനെ ചെയ്യേണ്ടത് ആശ്രമത്തിലാവുമ്പോ പല ഭക്ഷണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം അങ്ങനെ കൊടുത്തോളൂ എന്നുള്ള ആ ഒരു. അപ്പൊ ഇത് കുറെ സ്വയം കെടുമ്പോ ഇത് കൊടയാക്കി കൊടുക്കുകയാണ്. അതായത് 500 കോടി എന്ത് കണ്ടത് ഒരാശ്രമത്തേക്കാണ് കൊണ്ടിട്ട് കൊടുത്താല് അവർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോവാ, ഏത് രീതിയിൽ കൊണ്ടുപോവാ, ഏത് ആശ്രമമായാലും. ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന ബിഭേദി കുതശ്ചന ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന ബിഭേദി കഥാചന. ഒരിക്കലെങ്കിലും ഈ ആനന്ദം എന്നുള്ളത് ആത്മസംതൃപ്തിയിൽ നിന്നേ ഉണ്ടാവുന്നുള്ളൂ. സംതൃപ്തി എവിടെ നിന്ന് കിട്ടുള്ളൂ? അത് അറിവിൽ നിന്നേ ഉണ്ടാവുള്ളൂ. അറിവ് നേടലാണ് മോക്ഷം. അല്ലാതെ വൈകുണ്ഠാദി കൈലാസാദി ലോകഗമനമല്ല എന്ന് സമർത്ഥിക്കാനാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് പറയുക, അങ്ങനെയുള്ള ഒരാൾ, ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നയാൾ ഒരിടത്തു നിന്നും ഭയപ്പെടുന്നില്ല എന്ന് ബൃഹദാരണ്യകം പറയുന്നുണ്ട്. ബൃഹദാരണ്യോപനിഷത്തിലെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. ഏതാണ് ആ വാക്യം? തത്രകോ മോഹകശോക ഏകത്വമനുപശ്യത. തത്രകോ മോഹകശോക. കാരണം ഈ എല്ലാം ഒന്നാണെന്ന് അറിയുന്ന ആൾക്ക്, അനുഭവിക്കുന്നവന് പിന്നെ എന്ത് മോഹം ഉണ്ടാവാൻ പോണത്? മോഹം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ദുഃഖമുള്ളത്? അപ്പം നമ്മൾ ഇപ്പോൾ പ്രസംഗിക്കലല്ല, അവിടെ എല്ലാം ഒന്നാണെന്ന് നമ്മൾ അറിഞ്ഞാൽ പിന്നെ എന്ത് മോഹം, എന്ത് ദുഃഖം? പക്ഷെ പലതുണ്ടെന്ന് അറിയുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. വ്യാവഹാരികമായിട്ട് നമ്മൾ പലത് തന്നെയാണ്. കാരണം നമ്മളെ കയ്യിൻ്റെ ഞരമ്പിൻ്റെ ഫോട്ടോ എടുത്താൽ, തമ്പെടുത്തു കഴിഞ്ഞാൽ അതേപോലെ വേറൊരു തമ്പില്ല, ആധാർ തെറ്റും. അത്രയും അഘടിത ഘടനാ പടീയസി മായ. ഘടിക്കാത്തതിനെ ഘടിപ്പിക്കുന്നതാണ് ഈ മായ. ഒന്നിനെ പോലെ മറ്റൊന്നില്ല. ശരിയാണ്, അതുകൊണ്ടാണ് ഈ ആധാറുണ്ടായത്. അതെ, അത് തെറ്റിപ്പോവും. അത്രയും കോടിക്കണക്കിന് ജീവജാലങ്ങളും വ്യത്യസ്തങ്ങളാണ്. മനുഷ്യൻ തന്നെ വ്യത്യസ്തമാണെങ്കിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളും ഒന്നിനൊന്ന് വിഭിന്നമാണ്. ഇപ്പൊ മനുഷ്യനാണെങ്കിൽ 800 കോടിയോ 900 കോടികളാവാം മൊത്തം. കോടികളെ കൈകള് അത് ഓരോന്നും വേറെ വേറെയാണ്. ഈ വേറെ വേറെ ആണ് എന്നുള്ള നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിച്ച ആൾക്ക് എന്ത് മോഹം, എന്ത് ശോകം? ഇതിലൊക്കെ വിളങ്ങുന്നത് ഏതാ? അപ്പൊ ഇവിടെ വലിയൊരു തോന്നലുണ്ട്, രണ്ടുള്ളവന് ദുഃഖമുണ്ട്. കാരണം ഇപ്പം ഞാൻ പറയുന്ന വാക്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അപ്പോൾ മറ്റൊരാൾ പറയുന്ന വാക്യം അയാൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഇഷ്ടത്തിനായിരിക്കില്ല പ്രവർത്തിക്കാൻ വിചാരിക്കുക. അല്ലെങ്കിൽ അയാൾ ക്രോധവാനാവാം, അല്ലെങ്കിൽ അയാൾ മറ്റൊരു തരത്തിൽ കാമവാനാവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അയാളുടെ ശരീര പ്രാരബ്ധം അനുസരിച്ച് അയാൾ കുറച്ച് മോശക്കാരനാവാം, എൻ്റെ ദൃഷ്ടിയാണ്. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് അയാളോട് വിരോധമില്ല. അയാളുടെ ചെയ്തിയെ ഞാൻ വെറുക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം വ്യക്തി ആരാണ്? എന്നിലുള്ള ചൈതന്യം തന്നെയാണ് അതിലും വിളങ്ങുന്നത്. പിന്നെ ഞാൻ ആരോട് വിരോധം കാണിക്കാനാണ്? കാരണം ഏകത്വം അനുപശ്യത, ഒന്നിനെ തന്നെയാണ് അതിൽ കാണുന്നത്. പിന്നെ അയാൾ ചെയ്യുന്ന ചീത്തത് നല്ലതെന്നൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ്? അത് അയാളുടെ ദേഹപ്രാരബ്ധം അനുസരിച്ചാണ്. ആണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. അയാൾ എന്ത് ധർമ്മ അധർമ്മങ്ങൾക്ക് അനുസരിച്ചാണോ അയാൾ ജന്മം എടുത്തത് അത് ചേർക്കും അയാൾ. അതിന് ഞാൻ എന്തിനാ അയാളവിടെ വ്യക്തി വിരോധം വയ്ക്കണം? അപ്പം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരാളോടും നമുക്ക് അടുപ്പമോ അല്ലെങ്കിൽ അകൽച്ചയോ രണ്ടും ഉണ്ടാവണില്ല. കാരണം എല്ലാറ്റിലും ഞാൻ ആരെയാണ് കാണുന്നത്? എന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നു. ഇതാണ് ശാസ്ത്രത്തിൽ ചോദിക്കുന്നത്. ഗംഗയിൽ പ്രതിഫലിക്കുന്ന സൂര്യനും അഴുക്ക് ജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യനും ഭേദമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗാജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യനും അതേപോലെ തന്നെ അഴുക്ക് ജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യനും എന്ത് ഭേദമാണുള്ളത്? ആ കാണുന്നത് ഏതിനെയാണ്? സൂര്യനെ കാണുന്നവന് അതിന് ഭേദമില്ല. സൂര്യൻ ഏകനാണ്. പക്ഷെ അതിനകത്ത് പ്രതിഫലിക്കുന്നത് ഏതാ? അഴുക്കില്. അഴുക്ക് ഏതാണ്? അത് പ്രാരബ്ധവശാൽ ലഭിച്ചതാണ്. അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഈ തത്വം വേർതിരിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ആരോട് ദുഃഖം, ആരോട് ക്രോധം, ആരോട് കാമം? പക്ഷെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല. കാരണം വെച്ചാൽ എത്രയോ കാലമായിട്ട് ഞാനിത് വെച്ച് പുലർത്തുന്നുണ്ട്. അത് തീരണമെങ്കിൽ എന്ത് വേണം? അത്രയും പ്രാവശ്യം അങ്ങനെയല്ല നേതി എന്ന് പറഞ്ഞ് പഠിക്കുക വേണം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ടോ കാര്യമില്ല. കാരണം അത്രയും ഞാൻ പറഞ്ഞു ഇത് പതിഞ്ഞു കഴിഞ്ഞു. മായ്ച്ചു കളയണമെങ്കിൽ കുറച്ച് പണിയാണ്.
അതുകൊണ്ടാണ് ഈ സൂത്രങ്ങൾ 585 സൂത്രങ്ങളൊക്കെ തരുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഒരൊറ്റ സൂത്രം പോരെ? തത്രകോ മോഹകശോക ഏകത്വം അനുപശ്യത ഒറ്റ എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ പോരെ? അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം. കാരണം ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചു, എൻ്റെ ജീവിതം നേരെ തിരിച്ചാണെങ്കിലോ രണ്ടും പൊരുത്തപ്പെടില്ല. തിയറിയും പ്രാക്ടിക്കലും ഒന്നാവണം. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലും കുഴപ്പമാകും. ഇനിയിപ്പോൾ തിയറി നഷ്ടപ്പെട്ടാലും പ്രാക്ടിക്കലായിട്ട്, അതാണല്ലോ ബ്രഹ്മചര്യാദി സാധനകളിലൂടെ. യാതൊന്നും ഇച്ഛിച്ചിട്ടാണ് ഒരാൾ ബ്രഹ്മചര്യത്തിലൂടെ പ്രചരിക്കുന്നത്, യാതൊന്നും ഇച്ഛിച്ചിട്ടാണല്ലോ സന്യാസത്തിന് പോകുന്നത്, യാതൊരാണോ ഒരാൾ വ്രതങ്ങൾ നിൽക്കുന്നത്. ഈ വ്രതങ്ങളും ആരാധനാക്രമങ്ങളും ഒക്കെ എന്തിനാണ്? അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയാണ്. അമ്പലത്തിൽ പോണതൊക്കെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അവിടെയും നമ്മൾ മോഹങ്ങളും കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായി തീരും? ഒരിക്കലും തീരാൻ പോകുന്നില്ല. അപ്പം ശാസ്ത്രീയമായിട്ടുള്ള ആചരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമൊന്നും ഒഴിവാക്കണ്ട. ക്ഷേത്രത്തിൽ പോണത് എന്തിനാ? അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയാണ്, ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഇത് മറന്നിട്ട് പിന്നെയും കാര്യസാധ്യത്തിനായിക്കൊണ്ട് പോകുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ കാര്യസാധ്യം തന്നെയാണ്. പക്ഷെ അവിടെ കാര്യസാധ്യം മാത്രമായി പോകുമ്പോൾ പ്രശ്നമാണ്. പറയണതന്നെ ഇപ്പൊ കാര്യസാധ്യ പുഷ്പാഞ്ജലി. ഇവിടെ കണ്ടല്ലോ കാര്യസാധ്യ പുഷ്പാഞ്ജലി ഇപ്പൊ വ്യാപിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റുമോ അതൊക്കെ ക്ഷേത്രക്കാരും ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത്, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഈ കാര്യസാധ്യ പുഷ്പാഞ്ജലി എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അറിയുന്നവനും അറിയാം, കഴിപ്പിക്കാൻ പറയുന്നവനും അറിയാം അത് കാര്യം സാധിക്കാനല്ല വരുന്നത്, അന്ധകരണ ശുദ്ധിക്കാണ്, ഏകാഗ്രതയ്ക്കാണെന്നൊക്കെ. എന്നാലും തന്നെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കും. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. ഏതായാലും ബ്രഹ്മസൂത്രത്തിന്റെ ഈ ഒരു ഭാഗം, കാരണം ഒരിടത്തു നിന്നും അവൻ ഭയപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവൻ എന്തിനു ഭയപ്പെടണം? ഭയപ്പെടുക എന്ന് പറയുമ്പോൾ രണ്ടാമതൊന്ന് വേണം. അവിടെ ഭയപ്പെടുന്നില്ലല്ലോ. അത് മറ്റൊരു സുഖകരമായ ഒരു പദ്യം പഠിച്ചതല്ല, ട്യൂഷനൊക്കെ എടുത്ത സമയത്ത് പഠിപ്പിച്ചതാണ്. അത് ഞാൻ പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ. കുയിലും മിന്നാമിനും എന്നുള്ളൊരു പദ്യം കേട്ടില്ലേ? അത് എത്രയും 4ാം ക്ലാസ്സിൽ പറ്റതാണ്. അവർക്ക് ട്യൂഷൻ എടുത്തപ്പോൾ ആ പാഠപുസ്തകമായിരുന്നു. ഏതോ ഒരു കൊല്ലത്തിലാണ്, ഒരു 10 കൊല്ലം മുമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയതാണ്. പക്ഷെ അതിലും നമ്മൾ വേദാന്തത്തെയാണ് കണ്ടത്. പകൽ പോവോളവും പാടി പാടി ക്ഷീണിച്ചൊരാൺകുയിൽ ഒട്ടുനേരം വിശ്രമിച്ചു തേന്മാവിൽ ചാഞ്ഞ ചില്ലമേൽ. ആ പദ്യത്തിൻ്റെ ആദ്യത്തെ വരിയതാണ്. മുഴുവൻ ഓർമ്മ വരുന്നില്ല. 10 കൊല്ലം മുമ്പറ്റ് പഠിപ്പിച്ചതാ. പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് വായിച്ചു നോക്കല്ലോ. അങ്ങനെ ഉള്ളതാ അത്. അപ്പോൾ ഒരു കുയിൽ വൈകുന്നേരം വരെ ഇര തേടിയിട്ട് അതിൻ്റെ വിശപ്പ് മാറിയില്ല, വിശന്നിരിക്കുക. അപ്പോൾ ഒരു തേന്മാവിൻ്റെ, തേന് പോലെ മധുരമുള്ള മാവിൻ്റെ കൊമ്പത്ത് പോയിട്ട് അത് രാത്രി വിശ്രമിക്കുകയാണ്. പക്ഷികൾ കൊമ്പിൻ്റെ മുകളിൽ ഇരുന്നാണല്ലോ വിശ്രമിക്കുക, ഉറങ്ങുക. അങ്ങനെ ഉറങ്ങണ സമയത്ത് നല്ല വിശപ്പുണ്ട് പക്ഷിക്ക്. അപ്പോൾ വളരെ ദൂരത്ത് കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ മിന്നിത്തുടങ്ങി പൊൻകാന്തി മികും മിന്നാമിനുങ്ങുകൾ. പണ്ടൊക്കെ ഈ മുളേൻ്റെ കൂട്, മുളമ്പടി ഉണ്ടാവും. ആ മുളമ്പടിയിൽ നിറയെ മിന്നാമിനുങ്ങുകൾ ഉണ്ടാവും. ഇത് ക്രിസ്മസ് ട്രീ പോലെ അങ്ങനെ നല്ലോണം മിന്നി തെളിങ്ങും. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം അതൊന്നും കാണില്ല. ഇപ്പം മിന്നാമിനുങ്ങെ തന്നെ അധികം കാണില്ല. അപ്പം അങ്ങനെ മിന്നി തെളിങ്ങിയപ്പോൾ ഈ പക്ഷി ചിന്തിക്കുകയാണ്, വിശക്കുന്നുണ്ട്. അപ്പോൾ വിശപ്പ് പറഞ്ഞപ്പോൾ ഇര കണ്ടപ്പോൾ എന്തായി? അതിനൊന്ന് രാത്രിയാണെന്ന് ആലോചിച്ചില്ല, വിശപ്പ് അത്രയുണ്ട്. കൊത്തി തിന്നാൻ ചെന്നിതൊരു കൊച്ചു മിന്നാമിനുങ്ങിനെ. ഈ പക്ഷി നല്ല ഈ ഒരു മിന്നാമിനുങ്ങിനെ തിന്നാൻ വേണ്ടിയിട്ട് ആ മരത്തമ്മയ്ക്ക് പോയി. അപ്പം മിന്നാമിനുങ്ങ് പക്ഷീനോട് ചോദിക്കുകയാണ്, കായില്ലേ കനിയില്ലേ നീ കാരണം ഞാൻ മരിക്കുകിൽ നമ്മെ എല്ലാരെയും തീർത്ത നാഥൻ കുറ്റം പൊറുക്കുമോ? നിന്നെ കൊല്ലാനൊരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ? പരസ്പരം സ്നേഹമോടെ പാർത്തിടേണ്ടവരാണു നാം. വെളിച്ചമാകും പോലേകാൻ വേണ്ടി സൃഷ്ടിച്ചിതെന്നെയും. പിന്നെ എന്താ, പാട്ടുപാടിയിട്ട് പ്രകൃതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്നെ സൃഷ്ടിച്ചു ദൈവം.
വെളിച്ചമാകും പോലെ ഏകാൻ വേണ്ടിയിട്ട് എന്നെയും സൃഷ്ടിച്ചു. നിന്നെയും എന്നെയും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നല്ലേ? മിന്നാമിനുങ്ങ് ചോദിക്കുക. ഈ കീടത്തിനെ കൊത്തി തിന്നാൻ വന്ന പക്ഷീനോട് മിന്നാമിനുങ്ങ് ചോദിക്കുകയാണ്, നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ? നീ ഇപ്പം എന്നെ കൊല്ലാനാണ് വരുന്നത്, ഭക്ഷണമാക്കാനാണ് വരുന്നത്. നിന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ നീ ദുഃഖിക്കില്ലായിരുന്നോ? അപ്പോൾ നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും രണ്ട് ഉദ്ദേശത്തിലാണെങ്കിലും നമ്മളെ സൃഷ്ടിച്ചവൻ ഒരുത്തനല്ലേ? ഒരു ഈശ്വരൻ്റെ മക്കളല്ലേ നമ്മളൊക്കെ? പിന്നെ നിനക്ക് പറയപ്പെട്ടത് എൻ്റെ പക്ഷി ഞാനല്ലല്ലോ, കായും കനിയുമല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പക്ഷി തല കുനിച്ചു. താവും നാണം കലർന്നോതി തൻ്റെ തെറ്റോർത്തരക്കുയിൽ, ഉപദ്രവിക്കില്ലിനി ഞാനുള്ള നാളൊന്നിനെയുമേ. ഈ ഒരു കീടത്തിൽ നിന്ന് വേണ്ടി വന്നല്ലോ എനിക്ക് ഈ പാഠം പഠിക്കാൻ. അങ്ങനെ തല കുനിഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി മേലെ ഞാൻ അനാവശ്യമായ ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ ദുഃഖിക്കണം? കാരണം വെച്ചാൽ എന്നിലുള്ളത് തന്നെയാണ് സർവത്തിലുള്ളത്. സർവത്തിലുള്ളത് എന്താണോ അത് തന്നെയാണ് എന്നിലുള്ളത്. അത് ശരീരത്തിലുള്ളതല്ല. ശരീരം പതിച്ചു പോവും, അത് വരട്ടെ, അത് എടുക്കട്ടെ, എത്ര ജന്മങ്ങൾ വേണമെന്ന് വന്നോട്ടെ, ഞാനായിട്ട് ഇരിക്കും എന്നുള്ള ആ തലത്തിൽ അവൻ ആരാണ്? ആനന്ദവാനാണ്. അങ്ങനെയുള്ള ആനന്ദത്തിൽ ദൃഢമായിരിക്കുന്ന ആളെയാണ് മഹാത്മാവ് എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു മഹത്വവും അയാളിലില്ല. അയാളിൽ ആകെയുള്ള മഹത്വം എന്താണ്? ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കഥാചന. ഇത് എങ്ങനെ ഉണ്ടാവും? അറിവിൽ സുദൃഢമാവുമ്പോൾ, ദുഃഖമില്ലാത്ത ആ തലത്തിലെത്തുമ്പോൾ അയാൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. മരണത്തെയും ഭയപ്പെടുന്നില്ല, വരവിനെയോ പോക്കിനെയോ ഭയപ്പെടുന്നില്ല, ക്ലേശത്തെ വരും. കാരണം എല്ലാം ആരാണ്? ഈ ശരീരമല്ല അതിനെ നിയന്ത്രിക്കുന്നത്, ആ പരമമായ സത്യത്തിന് വിധേയമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിലാണ് അയാളുടെ ജീവിതമുള്ളത്. അതൊക്കെ അങ്ങനെ ഈ കാട്ടിലൊക്കെ അല്ലേ അങ്ങനെ കഴിയും? അതായത് ഈ ലോകത്ത് ഇങ്ങനെ വട്ടം കറങ്ങി കഴിയുമോ? ബ്രഹ്മസൂത്രം പഠിച്ചാൽ കഴിയുന്ന പറഞ്ഞത്. കാട്ടിലായതുകൊണ്ട് നാട്ടിലായതുകൊണ്ടൊന്നും ഭേദമില്ല. കാരണം ഗുഹയിൽ പോയിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഗുഹയിൽ പോയിട്ട് എന്താ കാര്യം? അതെ, അതാ പറയുന്നത്. സമയം കുറയില്ലേ? 4:30 അപ്പൊ ശരി, ഇത് നല്ല ഒരു ഭാഗത്തു കൂടിയാണ് പോണത്. 4ാമത്തെ സൂത്രം കഴിയുന്നതോടുകൂടി ഇത് സുദൃഢമാകും. അതെ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.